ഒരു പർട്ടിക്കുലർ അക്യൂസേഷൻ നമ്മൾ കേട്ടു ദാറ്റ് വി ആർ ഫേക്ക് ഫാൻസ് അല്ലെങ്കിൽ വി ആർ പെയ്ഡ് ഫാൻസ്. നമ്മളുടെ ജെനുവിനിറ്റിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സാധനം വെസ്റ്റേൺ മീഡിയാസ് പറഞ്ഞു തുടങ്ങി. ഇതുവരെ കേൾക്കാത്ത ഒരാളാണ് വുസീനിയ ഫോർ മെസ്സി. അങ്ങനെ ഒരാൾ വിൽ പോസ്റ്റ് ത്രെറ്റ് ടു ഹിം. ഇതൊരിക്കലും മെസ്സി പോലെ എക്സ്പെക്ട് ചെയ്ത സാധനമായിരിക്കില്ല. കപ്പടിച്ചുകൊണ്ട് മാത്രമല്ലേ നിങ്ങൾ ഫാനായെന്ന് ചോദിച്ചപ്പോൾ ആള് ഫോളോ ചെയ്യാൻ തുടങ്ങിയ 1998 മുതൽ 2026 വരെ ഓരോ വേൾഡ് കപ്പിലും അർജന്റീനക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിലൂടെയാണ് ആളുടെ ഫാൻഡം പറഞ്ഞത്. കപ്പടിക്കുന്നതുകൊണ്ട് മാത്രമല്ല, ഇതൊക്കെ കഴിഞ്ഞിട്ടും 2022 മെസ്സി കപ്പടിക്കുന്നത്. അൺഎക്സ്പെക്ടഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് നമ്മൾ വിചാരിക്കാത്ത ഡേറ്റാസ് നമുക്ക് പറഞ്ഞിരുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ക്യൂരിയോസിറ്റി കൂടുന്നതും ഷോക്ക് ആവുന്നതും. ഒരു ഫ്ലെക്സിൻ്റെ അടി ഉണ്ടായല്ലോ, ഭയങ്കര 100 അടി. അപ്പോൾ ഇപ്പോഴത്തെ ബ്രസീൽ ഫാൻസ് 200 അടിയൊക്കെ പോകെ പോകെ വമ്പൻ. എന്നുവെച്ചാൽ എന്നാൽ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്ര ഫാൻഡം? എനിക്കൊന്ന് ഡോക്യുമെൻ്ററിൻ്റെയും ക്വസ്റ്റ്യൻ അതന്നെയാന്ന് തോന്നുന്നല്ലേ, എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്ര ഫാൻഡം ഉണ്ടായത്? നമുക്കൊന്ന് നമുക്കും അയിമൻ തുടങ്ങാൻ തോന്നുന്നു. അതായത് നമ്മളെ നാട്ടിൽ നമ്മൾ ഫുട്ബോളിനോടുള്ള സ്നേഹം പറയുമ്പോൾ നമ്മൾ ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് എത്രത്തോളം എത്തി, എവിടെ എത്തി എന്ന് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് റെക്കഗ്നിഷൻ കിട്ടാത്തൊരു ഭാഗമാണ് നമ്മൾ കേരളത്തിലുള്ള ആൾക്കാർക്ക് ഫുട്ബോളിനോടുള്ള ഫാൻഡം. അത് നമ്മളുടെ ഫുട്ബോൾ മാത്രമല്ല, ഇൻ്റർനാഷണൽ ഫുട്ബോളിനെ നമ്മൾ എങ്ങനെ സ്നേഹിക്കുന്നു എന്നുള്ളൊരു സാധനം. അത് കേരള എന്നുള്ളത് ഓൾമോസ്റ്റ് എല്ലാ ടൂർണമെൻറ്റ്സിൻ്റെ ഇടയിൽ ഇപ്പോൾ ഫിഫ റീജിയണൽ പോസ്റ്റ് ഇടുന്നുണ്ട്, അതേപോലെ ക്ലബ്ബുകൾ റീജിയണൽ പോസ്റ്റ് ഇടുന്നുണ്ട്, എല്ലാവരും റീജിയണൽ പോസ്റ്റ് ഇടുന്നുണ്ട്. അത് അവരതിൻ്റെ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗം ചിന്തിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിലും ഏത് ഡെപ്തിലാണ് ഇതിവിടെ ഉള്ളതെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ പുറത്തുള്ള ആൾക്കാർക്ക് അറിഞ്ഞൂടാ. നമ്മുടെ നാട്ടിലിപ്പോൾ അർജൻറ്റീനേൻ്റെ ഒരു സ്ക്വാഡിൻ്റെ സ്റ്റാർട്ടിംഗ് ലെവനിൽ ആ 11 പേരെ പേര്, അല്ലെങ്കിൽ ഫ്രാൻസിൻ്റെ സ്റ്റാർട്ടിംഗ് ലെവൻ്റെ പേര് പറയുമ്പം അവിടുത്തെ ആൾക്കാർ ആക്ച്വലി ഷോക്കാവുന്നുണ്ട്. പക്ഷെ നമുക്ക് സ്റ്റാർട്ടിംഗ് ലെവൻ മാത്രമല്ല, നമുക്ക് അണ്ടർ 18 അറിയാം, അപ്കമിങ് പ്ലേയേഴ്സ് ആരാന്നറിയാം. ഇവിടെ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഡിസ്കഷൻ തുടങ്ങി. അർജന്റീന കുറച്ചും കൂടി നിക്കോ പാസിനും ബ്രാക്കോക്കും സ്പേസ് കൊടുക്കണം, വളർന്നു വരുന്ന താരങ്ങളെ. അങ്ങനെയുള്ള അനാലിസിസുകളും കാര്യങ്ങളെല്ലാം നമ്മളിവിടെ സംസാരിക്കാൻ തുടങ്ങി. പക്ഷെ ആ ഡെപ്ത് ആക്ച്വലി ഇൻ്റർനാഷണൽ സ്പേസിലുള്ള ആൾക്കാർക്ക് അറിയില്ല. നമ്മൾ പറയുന്നത് അൺകണ്ടീഷണൽ ലവ് ഇസ് അൺബിലീവബിൾ എന്ന് പറയുന്നില്ലേ, അതേപോലെ തന്നെയാണ് കേരളത്തിൻ്റെ ഫാൻഡത്തിൻ്റെ കാര്യവും. നമ്മൾ അൺകണ്ടീഷണൽ ആയിട്ടാണ് സ്നേഹിക്കുന്നത് ഇൻ്റർനാഷണൽ ഫുട്ബോളിനെ. നമ്മളൊന്നും തിരിച്ച് പ്രതീക്ഷിക്കുന്നില്ല, നമുക്കൊന്നും കിട്ടുന്നില്ല, നമുക്ക് റെക്കഗ്നിഷൻ പോലും ഇല്ല. ബട്ട് സ്റ്റിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ 100 അടീൻ്റെ ഫ്ലെക്സ് വെക്കാനും 150 അടീൻ്റെ ഫ്ലെക്സ് വെക്കാനും റെഡി ആവുന്നുണ്ട്. അത് എവിടെയോ നമ്മളുടെ സ്വന്തം പ്രൈഡിനെയും ഐഡൻറ്റിറ്റീനെയും എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ് എന്നുള്ള രീതിയിൽ പേഴ്സണൽ പ്രോബ്ലമായിട്ട് ഓരോരാളും എടുക്കുന്നതുകൊണ്ടാണ്, ഓരോ ഫാൻ ഗ്രൂപ്പും എടുക്കുന്നതുകൊണ്ടാണ് ഈ റൈവൽറി നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതിൽ ഫ്ലെക്സിൻ്റെ ആണെങ്കിൽ ഈ വേൾഡ് കപ്പ് തുടങ്ങിയപ്പോൾ എനിക്കുള്ളൊരു തോട്ടം എന്താണെന്ന് വെച്ചാൽ, ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പിൽ പണ്ടത്തെ പോലെ ഫിസിക്കൽ അടികൾ കുറവായിരിക്കും. കാരണം ഒന്ന്, ഈ ഫോളോ ചെയ്യുന്ന ജനറേഷൻ യൂത്ത് അല്ലെങ്കിൽ അതിന് താഴെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ അത്രയും പല സ്വഭാവത്തിൽ അതിലുള്ള ആൾക്കാരാണ്. ഇപ്പോൾ റീലൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ അത്രയും പോലെ ഇൻവെസ്റ്റഡ് ആണ്. അപ്പോൾ ഞാൻ കരുതി എന്താ വെച്ചാൽ വേൾഡ് കപ്പ് തുടങ്ങുമ്പോഴും ഈ ഫൈറ്റ് അധികവും സംഭവിക്കുക ഓൺലൈനിലായിരിക്കും. പക്ഷേങ്കിൽ ആ തുടക്കത്തിലൊക്കെ എനിക്ക് തോന്നിയത് ഒരു ഫ്രീസ് ആയിട്ടുള്ള സ്വഭാവത്തിൽ വേൾഡ് കപ്പ് പ്രഖ്യാപിക്കുമ്പോഴൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷേങ്കിൽ അതിൻ്റെ അടുത്ത് കാട്ട് എത്തിയപ്പോൾ പിന്നെ അങ്ങോട്ട് ഫ്ലെക്സ്, എല്ലാവരും ചെക്കന്മാരായിട്ടൊക്കെ എന്ത് ചെയ്യാണ്, ഫ്ലെക്സ് വെക്കേണ്ടിയിട്ട് കൊടി വെക്കേണ്ടിയിട്ടൊക്കെ അടിയാവുക. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇതൊരു, അതായത് ശരിക്കും ഇവർ സോഷ്യൽ മീഡിയയിലാണ് ഫുൾ ടൈം എൻഗേജ് ആകുന്നത്. അപ്പം ഇതിന്ന് മാറിയിട്ട് സ്വന്തം ടീമിൻ്റെ കാര്യം വരുമ്പം അല്ല, സോഷ്യൽ മീഡിയയിൽ മാത്രം പോരാ, പുറത്ത് വന്നിട്ട് ഫ്ലെക്സും വെക്കണം. ആ രീതിയിലേക്കുള്ളൊരു തോട്ട് എങ്ങനെയായിരിക്കും ഇവർക്ക് ഉണ്ടാവുക? അത് ഒരു ഫാൻസ് അസോസിയേഷൻ ഒരു ഫ്ലെക്സ് വെച്ചാൽ മതി. അർജന്റീന ഒരു ഫ്ലെക്സ് വെച്ച് കഴിഞ്ഞാൽ അത് ബ്രസീലിന്റെ പ്രൈഡിന്റെ ഇഷ്യൂ ആണ്. ഇവർ ഇത്രയും പൈസ ചെലവ് അഴിച്ചിട്ട് ഇത്രയും നല്ലൊരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്, നമ്മളൊന്നും ഇല്ലാലോ. അത് അതിന്റെ താഴെ വളരെ കൃത്യമായിട്ട് ഏത് ഫാൻസ് അസോസിയേഷൻ, പുള്ളവൂർ അല്ലെങ്കിൽ ഫാൻസ് അസോസിയേഷൻ എന്നൊരു സ്ഥലത്തിന്റെ പേര് കൊടുക്കുന്നത് ലൈക്ക് അവരുടെ ഒരു ഇതും കൂടിയല്ലേ, അവരുടെ ഒരു ഐഡന്റിറ്റിയും കൂടി അവിടെ കാണിക്കുന്ന. അതായത് നമ്മുടെ നാട്ടിലിപ്പോൾ അർജന്റീനക്ക് മാത്രമേ ഫാൻസ് ഉള്ളൂ എങ്കിൽ ചിലപ്പോൾ ഫ്ലെക്സ് കൾച്ചർ എന്നൊരു സാധനം പോലും ഉണ്ടാവില്ല. പിന്നെ ഈ ഫ്ലെക്സ് കൾച്ചർ വരുന്നത് പണ്ട് മുതലേ നമ്മുടെ നാട്ടിൽ ഈ മൂവി പോസ്റ്റേഴ്സ്, മൂവി സ്റ്റാർസിൻ്റെ, അതായത് മമ്മൂട്ടിൻ്റെയും മോഹൻലാലിൻ്റെയും ഏതെങ്കിലും സിനിമ ഇറങ്ങുമ്പോൾ ഓരോ കട്ടൗട്ട് തിയേറ്ററിൻ്റെ പുറത്തുകൾ വരുന്ന ഒരു കൾച്ചർ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലുണ്ട്. ഇലക്ഷൻ്റെ സമയത്ത് ഈ പറയുന്ന പോലെ ഇലക്ഷൻ ഞാനിപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഇലക്ഷൻ എങ്ങനെയാണ് ക്യാമ്പയിൻ ചെയ്തെന്നുള്ളത്, അതിൻ്റെ നേരെ അഡാപ്റ്റേഷൻ ആണ് നമ്മൾ ഈ വേൾഡ് കപ്പ് വരുമ്പോൾ വരുന്നത്. ഒരു ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞാൽ മൂവിയും ഇലക്ഷനും എല്ലാം ഇൻവോൾവ് ആവുന്ന ആൾക്കാർ ലോക്കൽ ഹീറോസാണ്, നമ്മൾ ഇവിടെയുള്ള നാട്ടിലുള്ള ആൾക്കാരാണ്. അവരെ ഇത് കാണുന്നുണ്ട്. ഈ ഇലക്ഷനിൽ മത്സരിക്കുന്ന കാൻഡിഡേറ്റ്സിന് അറിയാം അവർ ഫ്ലെക്സ് എവിടെയാണ് ഉള്ളത്, അവരെ കട്ടൗട്ട് എവിടെയാണ് ഉള്ളതെന്ന്.
അല്ലെങ്കിൽ മൂവി ചെയ്യുന്ന ഇപ്പം മമ്മൂട്ടിക്കാണെങ്കിലും മോഹൻലാലിനാണെങ്കിലും പൃഥ്വിരാജിനാണെങ്കിലും ഇവരൊരു മൂവി ഇറങ്ങുമ്പം ഇവരെ PR വർക്കും അതല്ലാണ്ട് ഫ്ലെക്സ് വരുന്നതും എവിടെയാണ് ഉള്ളതെന്നുള്ളത് ഇവർ കാണുന്നുണ്ട്, ഇവരത് അനുഭവിക്കുന്നുണ്ട്. പക്ഷേ മെസ്സിക്കോ റൊണാൾഡോനോ ഓസിലിനോ അറിഞ്ഞൂടാ അവർ ഫ്ലെക്സ് ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം, അവരെ കട്ടൗട്ട് ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം. ഇതവിടെ ഒരിക്കലും എത്തുന്നില്ല. പക്ഷേ സ്റ്റിൽ നമ്മളെ നാട്ടിൻ്റെ ഒരു കൾച്ചറാണ് ഇത് ഫ്ലെക്സ് ചെയ്യുക, അല്ലെങ്കിൽ ആൾക്കാരെ ഇത് കാണിച്ചറിയിക്കുക എന്നുള്ളത്. അതെനിക്ക് തോന്നുന്നു കുറേ കാലം മുന്നേ ഈ സോഷ്യൽ മീഡിയ ഇല്ലാത്ത സമയത്ത് തുടങ്ങിയൊരു കൾച്ചറായത്, ഫ്ലെക്സ് കൾച്ചറും ബാനർ കൾച്ചറും എല്ലാം അല്ലേ. അത് അതേപോലെ അതിന് ഒരു വേറെ തന്നെ ഒരു വികാരം ഉണ്ടല്ലോ. നമ്മൾ ഒരു ഓൺലൈനിൽ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്തിടുന്നതും അതിന് പകരം ഒരു ബാനർ അല്ലെങ്കിൽ ഒരു ഫ്ലെക്സ് നമ്മൾ ഡിസൈൻ ചെയ്ത് പ്രിന്റ് ചെയ്ത് അത് വെക്കുന്നതും അതിന് രണ്ടിനും രണ്ട് എഫക്റ്റ് അല്ലേ. പിന്നെ അതേപോലെ ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ തന്നെ ഇലക്ഷനും മൂവിയൊക്കെ നോക്കുകയാണെങ്കിൽ പോലും അത് ഏതോ സ്വഭാവത്തിൽ ഇവരുടെ ലൈഫിനെ ഇങ്ങോട്ടേക്കും ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇവർ അങ്ങോട്ട് ഇപ്പം ഒരു പൊളിറ്റീഷ്യൻ അങ്ങോട്ട് എന്തെങ്കിലും കൊടുക്കുമ്പോൾ എന്തോന്ന് ഇങ്ങോട്ട് കിട്ടും ഒരു ബിലീവ് ഉണ്ട്. പക്ഷെ ഇതിലാ ബിലീഫ് പോലും ഇല്ലല്ലോ, ഒന്നും കിട്ടൂല. ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാ, ഇവരാരും ആഗ്രഹിക്കുന്നില്ല. ഇത് അത്രയും എത്തിപ്പെടാത്തൊരു സ്ഥലത്തുള്ള ഒരു 15,000 കിലോമീറ്റർ ഉണ്ട് അർജന്റീനയിലേക്ക്. രണ്ട് കോണ്ടിനെന്റാ. ഇവിടെ വെക്കുന്ന സാധനങ്ങൾ അർജന്റീനയിലോ അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കയിലുള്ള ബ്രസീലിലോ യൂറോപ്പിലുള്ള പോർച്ചുഗലിലോ സ്പെയിനിലോ എത്തും എന്നുള്ള യാതൊരു പ്രതീക്ഷയും ഇല്ല. പക്ഷെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് പല ആൾക്കാർക്കും റിപ്ലൈസ് കിട്ടി തുടങ്ങി, ഫോളോ കിട്ടി തുടങ്ങി, ലൈക്സ് കിട്ടി തുടങ്ങി. അപ്പോൾ എപ്പോഴെങ്കിലും നമ്മളൊരു വീഡിയോ അവരെപ്പോഴെങ്കിലും കാണും എന്നുള്ളൊരു ചെറിയൊരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. പക്ഷേ സ്റ്റിൽ അത് ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം, അതിന് മുന്നേ നമുക്ക് ഫ്ലെക്സ് കൾച്ചർ ഉണ്ടായിരുന്നു. അപ്പം ഇതൊന്നും അവർ അറിഞ്ഞിട്ടുമില്ല, അറിയും എന്നുള്ളൊരു പ്രതീക്ഷയില്ല, അറിയണം എന്നുള്ള ആഗ്രഹം ഇല്ലാണ്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അത് നമുക്ക് ഫുട്ബോളിനോടും ആ കളിയിനോടുള്ള നമുക്ക് പറ്റാത്തത് ബാക്കിയുള്ള ആൾക്കാർ ചെയ്യുമ്പോൾ ആ ചെയ്യുന്നതിൻ്റെ എക്സൽ ചെയ്യുന്ന ഭാഗങ്ങളെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാനും അപ്രീഷിയേറ്റ് ചെയ്യാനും ചെയ്യുന്ന മലയാളികളുടെ വലിയ മനസ്സാണ് ആക്ച്വലി അത്, അല്ലേ? അപ്പോൾ ഫ്ലെക്സ് കൾച്ചർ ഇല്ലയെന്ന് പറയുമ്പോൾ നിങ്ങൾ മെഡ്രിഡിലുള്ള സമയത്ത് അവിടുത്തെ ഒരു ഫാൻഡം അപ്പം എങ്ങനെയായിരിക്കും? നിങ്ങൾ മെഡ്രിഡിൽ ജേർണലിൽ വർക്ക് ചെയ്തിരുന്നല്ലേ, അപ്പോൾ അവിടുത്തെ ഒരു ഫ്ലെക്സ് അല്ല, അവിടുത്തെ ഒരു ഫാൻഡം കൾച്ചർ അതിലൊന്നും അപ്പം ഇങ്ങനത്തെ ഒരു ടൈപ്പ് അല്ല. ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ 2022 വേൾഡ് കപ്പിൻ്റെ ഇനീഷ്യൽ കുറച്ച്, അതായത് സ്പെയിനിൻ്റെ ആദ്യത്തെ മാച്ച് നടക്കുമ്പോൾ ഞാൻ സ്പെയിനിലുണ്ട്. അപ്പം ഞാൻ നമ്മളെ നാട്ടിലുള്ള കൈൻഡ് ഓഫ് ഒരു ഫ്ലെക്സ് കൾച്ചർ അല്ലെങ്കിൽ ഒരു നമ്മളെ നാട്ടിൽ ഈ വെറുതെ നമ്മൾ ഇറങ്ങുമ്പം കാണുന്ന കുറേ സിമ്പിൾസ് ഉണ്ടല്ലോ, ജേഴ്സി ഇട്ടിട്ട് പുറത്തു പോകുന്നത്, കടകളിലുള്ള കുറേ സാധനങ്ങൾ, ഫ്ലെക്സ്, കട്ടൗട്ട്, മാച്ചിൻ്റെ സ്ക്രീനിങ്ങിന് ഉള്ള ഇപ്പോൾ ഓരോ കമ്മിറ്റികൾ സ്ക്രീനിങ് വെച്ചിട്ടുള്ള ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിൻ്റെ അനൗൺസ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ പോസ്റ്റർ, അതിൻ്റെ ഏരിയാസ്, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാൻ സ്പെയിനിൽ കുറേ കണ്ടിട്ടില്ല. കുറേ ഭാഗങ്ങൾ ബാഴ്സലോണ പോലുള്ള സ്ഥലങ്ങളിലുണ്ട്, പക്ഷെ വളരെ കുറവ്. അതായത് സ്പെയിൻ കളിക്കുന്നുണ്ട് വേൾഡ് കപ്പ്, ഒരു 2010 വേൾഡ് കപ്പ് എടുത്ത ടീമാണ്. പക്ഷേ സ്റ്റിൽ അവിടെ ഒരു സ്പോർട്സ് ബാറിൽ ഇരുന്നിട്ട് എല്ലാവരും അവിടെ ഇരുന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഈസ്തറ്റിക്സ് ആയിട്ട് കുറച്ച് ഒരു ഏരിയ അറേഞ്ച് ചെയ്യാന്നല്ലാണ്ട് ഫുൾ ഒരു സ്ട്രീറ്റ്സ് മൊത്തം അല്ലെങ്കിൽ അതിൻ്റെ ടൗണ് മൊത്തം നമ്മൾ വേൾഡ് കപ്പ് കളിക്കുന്നുണ്ട്, ഇതാണ് നമ്മളുടെ പ്ലേയേഴ്സ് എന്ന് പറയുന്ന സാധനങ്ങളൊന്നും അവിടെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോഴാണ് ഞാൻ ആക്ച്വലി ഇതിൻ്റെ ഒരു ഡിസ്പാരിറ്റി മനസ്സിലാക്കിയത്. നമ്മളെ നാട്ടിൽ ഒരു ടീമിന് വേണ്ടിയിട്ടല്ല സപ്പോർട്ട് ചെയ്യുന്നത്, നമ്മളെ നാട്ടിൽ കുറേ ടീംസിന് വേണ്ടിയിട്ടുള്ള ഒരു ഫാൻഡം ഫൈറ്റൊക്കെ നടക്കുന്നുണ്ട്. ആ സ്കോപ്പ് നമ്മളെ രാജ്യം ഫുട്ബോൾ ലൈക്ക് ഫിഫ വേൾഡ് കപ്പ് കളിക്കാത്തതുകൊണ്ടും കൂടിയാണ് എന്നുള്ളത് ആ മൊമെൻറ്റിലാണ് ഞാൻ മനസ്സിലാക്കുന്നതും ചിന്തിക്കുന്നതും. സ്പെയിൻ വേൾഡ് കപ്പ് കളിക്കുന്നുണ്ട്, അവർക്കത് നോൺ ഫാക്റ്റാണ്, കുറേ കാലങ്ങളായിട്ട് കളിച്ചിട്ടുണ്ട്, അവർക്കത് ഫ്ലെക്സ് ചെയ്യേണ്ട കാര്യം ഉണ്ടാവില്ല ചിലപ്പോൾ. ഓക്കെ, നമുക്ക് ഇന്ത്യ എന്നുള്ള കൺട്രി ഇല്ല. നമ്മൾ ഓരോരോ ഫാൻസ് അസോസിയേഷനും ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ എടുത്തു നോക്കിയാൽ ഒഫീഷ്യൽ ഫാൻസ് അസോസിയേഷൻ ഓഫ് ഓസിൽ, അതൊരു പേജ്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ആട്ടോ ഞാൻ പറയുന്നത്. വേറൊരു സെയിം ഓസിൽ ഫാൻസ് അസോസിയേഷൻ്റെ ഓൺലി ഒഫീഷ്യൽ ഫാൻസ് അസോസിയേഷൻ ഓഫ് ഓസിൽ ഡസൻ ഈവൻ നോ ഇങ്ങനെ ഫാൻസ് അസോസിയേഷൻ ഉള്ളത്. അവർ ക്ലെയിം ചെയ്യാണ് നമ്മളാണ് ഒഫീഷ്യൽ, നമ്മളിടുന്നതാണ് അടിപൊളി, അങ്ങനെ പറയുന്ന 3-4 ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ടാവും. കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ അറിയാം, നമ്മളത് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടം കുറച്ചും കൂടി എക്സ്പ്ലിസിറ്റ്ലി കാണിക്കുന്ന ഏതോ ഒരു പോയിന്റ് എന്നാണ് എനിക്ക് തോന്നുന്നു ഈ ഫാൻഡത്തിൻ്റെ സൈക്കോളജി വർക്ക് ചെയ്യുന്നത്. ഞാൻ കുറച്ചും കൂടി ഡീപ്പായിട്ട് ഇതിനെപ്പറ്റി ചിന്തിച്ച് നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. അതിന് കുറേ ഫാക്ടേഴ്സ് ഉണ്ടാവും, പക്ഷെ എവിടെയോ ഇത് സ്വന്തം ഐഡൻറ്റിറ്റി ഇഷ്യൂ ആണ്. അതായത് ഒരു മാച്ച് കാണുമ്പം അർജൻറ്റീന അല്ലെങ്കിൽ ഒരു ബ്രസീലിൻ്റെ മാച്ച് കാണുമ്പം ബ്രസീൽ ഫാനിന് ഒരു അർജൻറ്റീന സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുടെ കൂടെ ഇത് കാണുമ്പം തോക്കാൻ പാടില്ല. ബ്രസീൽ തോറ്റല്ലാതെ അവൻ്റെയും കൂടി തോൽവിയാണ് അല്ലെങ്കിൽ അവളെ കൂടി തോൽവിയാണ്, അത് മറ്റേ ആളെ മുന്നിൽ നമ്മൾ തോറ്റു എന്നുള്ളതാണ്. 2 സങ്കടം, 1 എൻ്റെ ടീം തോറ്റു, 2 വേറെ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുടെ മുന്നിൽ ഞാൻ തോറ്റല്ലോ,
എന്നുള്ള ആ പേഴ്സണൽ പ്രോബ്ലം ആവുന്നുണ്ട് എന്നുള്ള സ്ഥലത്താണ് ഫാൻഡം നമ്മളെ നാട്ടിൽ എക്സ്ട്രീമിറ്റിയിലേക്ക് പോകുന്നത്. പിന്നെ അത് കാരണം ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ജീവിതം മാറി കുറേ ആൾക്കാർ. എങ്ങനെ അവര് ലൈഫിൽ ഫാൻഡം അവർക്ക് ഒരു സാധനത്തിനോട് എക്സ്ട്രീം ആയിട്ടുള്ള ഇഷ്ടം കാരണം അത് അവരെങ്ങനെയാണ് അതിനെ എടുക്കുന്നതെന്നുള്ളത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നസാരത്തിലുള്ളൊരു ചായക്കടക്കാരൻ, അയാൾ വിശ്വസിക്കുന്നത് അയാളാണ് ആ നാട്ടിൽ ആര് വന്നാലും ഇന്നലത്തെ മാച്ചിൽ ആരാ ജയിച്ചെന്ന് ചോദിക്കുമ്പം അയാൾക്ക് അറിഞ്ഞിരിക്കണം ഇത് പറഞ്ഞു കൊടുക്കാൻ എന്നുള്ളൊരു തോട്ട് അയാൾക്കുണ്ട്. ഹീ സംവെയർ ഫീൽസ് ദറ്റ് ഹീസ് റെസ്പോൺസിബിൾ ഫോർ ഇറ്റ്. കാരണം കുറേ കാലങ്ങളായിട്ട് അയാളത് ചെയ്യുന്നുണ്ട്. റോണിച്ചേട്ടൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, അതായത് 1982, 86 വേൾഡ് കപ്പിൻ്റെ റിസൾട്ടെല്ലാം റോണിച്ചേട്ടൻ എഴുതി തുടങ്ങിയതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ടെലിവിഷനോ അല്ലെങ്കിൽ അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഗൂഗിളിൽ അടിച്ചു നോക്കിയ ഒരു ലിസ്റ്റ് കിട്ടുന്ന പോലെ നമുക്ക് കിട്ടാനുള്ളൊരു സാധ്യത ആ സമയത്ത് ഇല്ലായിരുന്നു. പക്ഷെ മെറഡോണൻ്റെ എല്ലാം കാലത്ത് അല്ലെങ്കിൽ പെലേൻ്റെ കാലത്ത് ഈ ആൾക്കാർ വന്നിട്ട് റോണിച്ചേട്ടനോട് ചോദിക്കുമ്പം റോണിച്ചേട്ടൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തു. എനിക്കിഷ്ടമുള്ള കാര്യമാണ് ഫിഫ വേൾഡ് കപ്പ് എങ്കിൽ എനിക്കിത് അറിഞ്ഞിരിക്കണമല്ലോ എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്തൊരു സാധനമാണ് ഒരു ബുക്കിൽ എഴുതി തുടങ്ങിയത്. ഇപ്പോൾ അത് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ മാച്ചിൻ്റെ റിസൾട്ടും ആൾ എഴുതി വെച്ചിട്ടുണ്ട്. ആര് വന്നിട്ട് ചോദിച്ചാലും ഒരു ബുക്ക് മറിച്ചിട്ട് അതിന് ഇതെങ്ങനല്ലേ സംഭവിച്ചെന്ന് പറയാനുള്ള ഒരു നോളജ് ആൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് ആ മാച്ചസിനോടും അതേപോലെ തന്നെ ആ ടൂർണമെൻറ്റിനോടും ഭയങ്കരമായിട്ടുള്ള ഇഷ്ടവും അങ്ങനെ ഒരു സംഭവം ഉള്ളതുകൊണ്ട് ഇപ്പോൾ ആൾക്കാർ സ്റ്റാമ്പ് കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട്, കോയിൻ കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അതെല്ലാം ഒരു പാഷൻ പോലെ ചെയ്യുന്നത് പോലെയുള്ളൊരു പാഷനാണിത്. പക്ഷേ ഈ ഒരു സാധനത്തിന് ഇത്രയും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കുറേ ആൾക്കാർക്ക് ഡേറ്റാസ് കൊടുക്കാനും ആ നാട്ടിലുള്ളൊരു പ്രധാനിയായി മാറി എന്നുള്ളതാണ് ഒരു ഡിഫറൻസ്. ആർക്കും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും റോണിച്ചേട്ടനോട് വന്ന് ചോദിച്ചാൽ മതി, ആൾ പറഞ്ഞുതരും. അന്ന് അവിടെ ഒരു ദിവസം ഞാൻ പോകുമ്പോൾ ആള് ബ്രസീലിൻ്റെ മാച്ച് കഴിഞ്ഞിട്ടുള്ളൂ, ബ്രസീൽ ജപ്പാൻ. ആ മാച്ചിൻ്റെ ഇത് എഴുതിയിട്ട് ഇങ്ങനെ തൂക്കിയിടുന്നുണ്ട്. അവിടെ ഉള്ള സാധനങ്ങൾ ലിസ്റ്റ് തൂക്കിയിടുന്നതിനേക്കാൾ കൂടുതൽ വേൾഡ് കപ്പിൻ്റെ സമയത്ത് ബാക്കിയുള്ള വേൾഡ് കപ്പിൻ്റെ വിശേഷങ്ങൾ അവിടെ എഴുതിയിട്ട് തൂക്കിയിട്ടിട്ടുണ്ടാവുക. അതെന്നെ ഭയങ്കര കൗതുകമുള്ളൊരു കാര്യമല്ലേ. ഇപ്പോഴും റോണിച്ചേട്ടൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ ഇപ്പം അങ്ങനെ ആ റെസ്പോൺസിബിലിറ്റി അതൊരു ശീലമായി മാറി, അത് ആളുടെ വേ ഓഫ് ലൈഫായി മാറി. ഫിഫ വേൾഡ് കപ്പ് വരുമ്പം ഇതാണ് ഹൗ ഹീ എൻജോയ്സ് ഇറ്റ്, ഹൗ ഹീ ഡസ് ഇറ്റ്. ആൾക്ക് ഉള്ള ഇഷ്ടം അങ്ങനെയാണ് ആൾ വെൻഡ് ഔട്ട് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങിയുള്ള കാരണം എന്താ? അതായത് മൊത്തത്തിൽ ഒരു ഫാൻഡം, ഫാൻസ്, കേരള ഫാൻസ്, അതിലേക്ക് എങ്ങനെ ഇൻട്രസ്റ്റ് ആയി വന്നേ? അത് 2022 വേൾഡ് കപ്പിൽ ഖത്തറിൽ നമ്മൾ ഒരുപാട് കാലത്തിന് ശേഷം ക്ലോസ് പ്രോക്സിമിറ്റിയിൽ വേൾഡ് കപ്പ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയും കേരളത്തിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം. കാരണം ഖത്തർ എന്ന് പറയുന്നത് മലയാളികളുടെ സെക്കൻഡ് ഹോമാന്ന് വേണമെങ്കിൽ പറയാം. അത്രയും മലയാളികൾ ഖത്തറിലുണ്ട്. അപ്പോൾ അതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളിലാണെങ്കിലും ബാക്കിയുള്ള എക്സിക്യൂഷനിലാണെങ്കിലും ഏതൊരു ചെറിയ പൊസിഷനിലാണെങ്കിലും മലയാളികൾക്ക് അവിടെ വേൾഡ് കപ്പിനെ ക്ലോസ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് മലയാളികൾ വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് മുന്നേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് ഖത്തറിനാണ് അടുത്ത വേൾഡ് കപ്പ് നടക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയ സമയം തൊട്ട് നമ്മൾ പ്രിപ്പറേഷൻസ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ നമ്മൾ ടീംസിനെ റിസീവ് ചെയ്യുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ അക്യൂസേഷൻ നമ്മൾ കേട്ടു, ദാറ്റ് വി ആർ ഫേക്ക് ഫാൻസ് അല്ലെങ്കിൽ വി ആർ പെയ്ഡ് ഫാൻസ്. നമ്മളുടെ ജെനുവിനിറ്റീനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലുള്ളൊരു സാധനം വെസ്റ്റേൺ മീഡിയാസ് പറഞ്ഞു തുടങ്ങി. ഇൻ ദ വെരി ബിഗിനിങ്, ലേറ്റർ ഓൺ സ്റ്റേജസിൽ അത് അവർ തന്നെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇൻ ദ വെരി ബിഗിനിങ് വി ലുക്ക് ലൈക്ക് പെയ്ഡ് ഫാൻസ് അവരെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ നമ്മൾ ആക്ച്വലി നമുക്ക് അടങ്ങാനാവാത്ത ഇഷ്ടം അത്രയും, ലൈക്ക് ഇംഗ്ലണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ ചിലപ്പം ബ്രസീലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവാം. ഇംഗ്ലണ്ടിൻ്റെ ടീമിനെ കാണാൻ പോയ ആൾ ചിലപ്പോൾ ബ്രസീലിൻ്റെ ബസ് വരുമ്പോൾ അവിടെയും പോയിട്ടുണ്ടാവാം, പോർച്ചുഗലിൻ്റെ ബസ് വരുമ്പോൾ അവിടെയും പോയിട്ടുണ്ടാവാം. കാരണം ഇറ്റ് ഈസ് ദർ അൺകണ്ടീഷണൽ ലവ് ടുവേർഡ്സ് ഫുട്ബോൾ. സോ സെയിം ആൾക്കാരെ പല സ്ഥലങ്ങളിൽ കണ്ടു എന്നുള്ളതുകൊണ്ട് ദാറ്റ് ഇസ് നോട്ട് ഫേക്ക് ഫാൻഡം, ദാറ്റ് ഇസ് ഹൗ വി പെർസീവ് ഫുട്ബോൾ, ദാറ്റ് ഇസ് ഹൗ വി ലവ് ഫുട്ബോൾ. ഫോർ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് വൺ ടീം, ഇറ്റ്സ് ലോട്ട് ഓഫ് ടീംസ് അല്ലേ. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ സാധനം വന്നപ്പോൾ എനിക്ക് എൻ്റെ ലൈഫ് പോലും മീനിങ്ലെസ് ആയി തോന്നി. ദറ്റ് വെൻ വി ആർ കോൾഡ് പെയ്ഡ് ഫാൻസ് ഓർ ഫേക്ക് ഫാൻസ്, മേ ബി അത് ആ ടൂർണമെൻറ്റ് തീരുമ്പോഴേക്കും നമ്മളെ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു കേരള, താങ്ക് യു ഇന്ത്യ കേരള എന്നുള്ളത് അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷൻ പോലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ടു വാട്ട് ഡെപ്ത് ഡു ദേ നോ? ഏത് ഡെപ്ത് നമുക്ക് ഏത് ഡെപ്തിൽ ഈ ഒരു ഫാൻഡം നമ്മൾ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റി അവർക്ക് യാതൊരു ഐഡിയ ഇല്ല. ഇറ്റ് വാസ് ജസ്റ്റ് ദം സീയിങ് അസ് ഇൻ ഖത്തർ, സേയിങ് താങ്ക് യു ഫോർ അസ് ബീങ് പാർട്ട് ഓഫ് ഇറ്റ്. നമ്മൾ അവരെ ചിയർ ചെയ്തതിനുള്ള താങ്ക്സ് ആണ്. ബട്ട് ദേ ഡോണ്ട് നോ ദാറ്റ് ഇവിടെ ഒരു കുട്ടീനെ, ഒരു അർജന്റീന ഫാനായിട്ടുള്ള ഒരു 10 വയസ്സുകാരനെ കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ഹീ മൈറ്റ് ടാക്ടിക്കലി അനലൈസ് ഇറ്റ്. അത്രയും ഡെപ്തിൽ നമ്മളിത് ചിന്തിക്കുന്നത് എന്നുള്ള കാര്യം അവർക്ക് അറിഞ്ഞൂടാ എന്നുള്ള സ്ഥലത്തു നിന്നാണ് ഞാൻ ആക്ച്വലി ഫാൻഡത്തിൻ്റെ
കൂടുതൽ കാര്യങ്ങളിലേക്ക് ചിന്തിച്ചു തുടങ്ങുന്നത്. ആ സമയത്ത് ആ ഡോക്യുമെൻ്ററി ചെയ്യണം എന്നുള്ള ഐഡിയ പോലും വരുന്നത്. അങ്ങനത്തെ ഈ ഡെപ്നെസ് പുറത്തുകൊണ്ട് വേണ്ടിയിട്ട്. അതെ, അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ട് ഇപ്പം നിങ്ങൾ ഏകദേശം 3 ഇയർ ഇത് വർക്ക് ചെയ്തിരുന്നു തോന്നല്ലേ? കുറേ സ്റ്റോറീസ്, ഇപ്പം നേരത്തെ പറഞ്ഞ റോണി ചേട്ടൻ്റെ സ്റ്റോറി, വേറെ ഏതെങ്കിലുമൊക്കെ അങ്ങനത്തെ സ്റ്റോറീസ്? അങ്ങനെ ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്. അതിൽ നമുക്ക് മിസ് ഔട്ട് ആയപ്പോൾ ഒരു സ്റ്റോറിയാണ് ആക്ച്വലി അബ്ബാസ് കൂരി എന്ന് പറഞ്ഞിട്ടുള്ള സെഞ്ചുറി ഹോട്ടലിൽ, ഖത്തർ സെഞ്ചുറി ഹോട്ടലിൽ ഞാൻ ഖത്തറിൽ പോയ സമയത്ത് വെറുതെ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ വെറുതെ ഞാൻ ആളുടെ സംസാരിച്ച് തുടങ്ങിയപ്പോൾ അയാൾ ഏതോ ഒരു വർഷത്തെ 1982 അർജൻറ്റീന ടീമിൻ്റെ സ്ക്വാഡ് അങ്ങ് പറഞ്ഞു. അപ്പം ഞാൻ ഞെട്ടി. അങ്ങനെ കുറേ ബാക്കി സംസാരിച്ച് തുടങ്ങിയപ്പോഴാണ് എല്ലാവരും പറയുന്നത് ആൾ അങ്ങനെയാണ്, ആളെ പറ്റി അൽ ജസീറയിൽ ന്യൂസ് വന്നിട്ടുണ്ട് ഇപ്പോൾ, ഈസ് ഫുട്ബോൾ എൻസൈക്ലോപീഡിയ എന്ന് പറഞ്ഞിട്ട്. ആളോട് ഏത് വർഷത്തെ പോളണ്ട് ടീമിൻ്റെ ഒക്കെ ടീം പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഹിൽ സേറ്റ്, എവിടെയും നോക്കേണ്ട കാര്യമില്ല, ലൈനപ്പം കറക്റ്റ് പറഞ്ഞുതരും, സബ്സ്റ്റിറ്റ്യൂഷൻ അടക്കം പറഞ്ഞുതരും. അത്രയും ഡെപ്ത് ഓഫ് നോളജ്, അത്രയും എന്താ പറയുക, ഫോട്ടോഗ്രാഫിക് മെമ്മറി ഉള്ള പോലെയാണ് ആൾ സംസാരിക്കുന്നത്. ആൾ കണ്ടതൊന്നും അല്ല, എല്ലാ മാച്ചസൊന്നും കാണാൻ പറ്റിയിട്ടില്ല, പക്ഷെ എവിടെ നിന്നൊക്കെ ഡേറ്റാസ് ഗ്രാബ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഗ്രാബ് ചെയ്തിട്ട് അതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് തലയിൽ. ആൾക്ക് ആകെ ഒരു മാച്ച് മാത്രമേ കാണാൻ പറ്റിയിട്ടുള്ളൂ. ആ മാച്ച് ഖത്തറിലാണ് ആൾ വർക്ക് ചെയ്യുന്നത്, എന്നിട്ട് പോലും വേൾഡ് കപ്പിൻ്റെ ഒരു മാച്ച് മാത്രമേ കാണാൻ പറ്റിയിട്ടുള്ളൂ. ആ കാണാൻ പറ്റിയ മാച്ച് ഏതോ ഒരു ആള് വെൽവിഷർ അവിടെ ഒരു ടിക്കറ്റ് ഏൽപ്പിച്ച് പോയി അങ്ങനെ കണ്ട മാച്ചാണ്. ബട്ട് സ്റ്റിൽ ആൾക്കത് കാണണമെന്ന് ആഗ്രഹമില്ല. ടി വിയിൽ കാണുന്നത് ഇസ് ബെറ്റർ ദെൻ ഗോയിങ് ആൻഡ് സിറ്റിംഗ് ഇൻ സ്റ്റേഡിയം എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആളുടെ സ്റ്റോറി നമുക്ക് പറയാൻ പറ്റിയില്ല. അതുപോലെ കുറേ സ്റ്റോറീസ് ഉണ്ട്. നമ്മൾ ഫാൻഡത്തിനെ പറ്റിയിട്ട് നമ്മൾ നോക്കി ഇറങ്ങുമ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മൾ കാണും. ആ ഒരുപാട് ആൾക്കാർ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തത്. ഇപ്പം നേരത്തെ പറഞ്ഞ ചാക്കടക്കാരൻ ജസ്റ്റ് എഴുതി വെക്കുന്നതാണ്. ഇയാളാണെങ്കിൽ ടീമിനെ പറ്റിയാണ് ഫോക്കസ് ചെയ്യുന്നത്. എൻ്റെ വേറൊരു പെൺകുട്ടിയുണ്ട് റിൻഷ എന്ന് പറഞ്ഞിട്ട്. നമ്മളെ നാട്ടിൽ ചെക്കന്മാർക്ക് പോലും ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ് അവൾ ചെയ്തിരിക്കുന്നത്. ഷീസ് ജസ്റ്റ് 18 years old. അവൾ കളിക്കുന്നത് പോർച്ചുഗലിൽ ഒരു ക്ലബ്ബിലാണ്, അണ്ടർ 19 ക്ലബ്ബിൽ. അവൾ ആദ്യം പോയ സമയത്ത് അക്കാഡമിയിൽ, ബോയ്സ് മാത്രമുള്ള അക്കാഡമിയിൽ അവരുടെ കൂടെ പരിശീലിച്ച് അവിടുന്ന് ഒരു ക്ലബിലേക്ക് പോയ ആളാണ്. അവിടുത്തെ പോർച്ചുഗൽ ഫുട്ബോൾ അല്ലെങ്കിൽ അവരുടെ എജിലിറ്റി അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് പ്ലേയിങ് ഇസ് വെരി ഡിഫറെൻറ്റ് ഫ്രം കേരള. അവർ ചെറുപ്പം തൊട്ട് 3 വയസ്സ് 4 വയസ്സ് മുതൽ ട്രെയിൻ ചെയ്തിട്ടുള്ള ചെക്കന്മാരുടെ ഇടയിൽ കണ്ണൂർ വളർന്ന് ഫുട്ബോൾ ഒരു പ്രായത്തിന് ശേഷം പെൺകുട്ടി എന്നുള്ള രീതിയിൽ പോലും അവൾ കളിച്ചു തുടങ്ങിയത് ഒരു ടൈമിന് ശേഷമാണ്. എന്നിട്ട് അവൾക്ക് അവളുടെ മൈൻഡ് സെറ്റ് തന്നെയാണ് അതിന് അവളെ പോസിബിൾ ആക്കി എന്നുള്ളത് അവളോട് കുറേ പ്രാവശ്യം സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. ഷീ ഈസ് എ ബിഗ് റൊണാൾഡോ ഫാൻ ആൻഡ് ഷീ വാണ്ട്സ് ടു ബിക്കം ലൈക്ക് റൊണാൾഡോ. അവൾ പറയാനും നമുക്കൊരു മടിയില്ല, ഐ വോണ്ട് ടു ബിക്കം ലൈക്ക് റൊണാൾഡോ. ഇഫ് ഹി ക്യാൻ ഡു ഇറ്റ് ഐ ക്യാൻ ഡു ഇറ്റ്. ദാറ്റ് ഇസ് വാട്ട് ഷീ ലേൺഡ്. അങ്ങനെ ഫാൻഡത്തിനെ, അതായത് റൊണാൾഡോനോടുള്ള ഇഷ്ടം അവളുടെ ലൈഫ് മാറ്റി. അവൾ വേൾഡ് കപ്പ്, ഖത്തർ വേൾഡ് കപ്പ് കാണുന്ന സമയത്ത് മൊറോക്കോ ആയിട്ട് റൊണാൾഡോ കരഞ്ഞ് പുറത്തിറങ്ങി പോകുന്നത് കണ്ടിട്ട് ബാക്കിയുള്ള ഫാമിലിയിലുള്ള 5 ആൾക്കാർ മെസ്സി ഫാൻസാണ്. ഇവർ കളിയാക്കിക്കൊണ്ടിരിക്കുക, അവളോട് ഒറ്റ ആളാണ് പോർച്ചുഗൽ ഫാനുകളുള്ളത്. അപ്പോൾ അവിടുന്ന് കിട്ടിയൊരു ഫയറാണ് അത്. എനിക്ക് പോർച്ചുഗലിൽ പോകണം, എനിക്ക് കളിക്കണം. ഹീറോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തോക്കുമ്പോൾ മാത്രം പറഞ്ഞ് ഇതാക്കുന്ന ആൾക്കാരൊന്നുമല്ല. ജയിക്കുമ്പോഴും നമ്മൾ സപ്പോർട്ട് ചെയ്യും, തോക്കുമ്പോഴും സപ്പോർട്ട് ചെയ്യും. ആ ഡെപ്തിലാണ് അവൾ അതിനെ കാണുന്നത്. അപ്പം അങ്ങനത്തെ കുറേ സ്റ്റോറീസ് ഇതിൻ്റെ ഇടയിൽ കാണാൻ പറ്റി, കേൾക്കാൻ പറ്റി. പിന്നെ നമ്മളൊരു സാധനത്തിന് വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കാണുന്നത് മൊത്തം അതായിരിക്കും. അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. കുറേ ഫാൻസ് റൊണാൾഡോ ഫാൻസ് പറഞ്ഞപ്പോഴാണ് മെസ്സി ഫാനാണ്. അപ്പോൾ ഈ റൊണാൾഡോ ഫാൻസിൻ്റെ ഒരു ആർഗ്യുമെൻ്റ് ആണ് റൊണാൾഡോ വന്ന ശേഷമാണ് പോർച്ചുഗലിന് ഫാൻസ് ഉണ്ടായിട്ടുള്ളത്, റൊണാൾഡോ വന്ന ശേഷമാണ് പോർച്ചുഗൽ സംഭവമായിരുന്നുള്ളത്. പക്ഷേ ഞങ്ങൾ മെസ്സി ഫാൻസ് പറയാം അങ്ങനെ നല്ല. പോർച്ചുഗലിന് അതിന് മുമ്പ് യൂസേബി ഉണ്ടായിട്ടുണ്ട്, ഫിഗോ വന്നിട്ടുണ്ട്, സെമിയിലെത്തിയിട്ടുണ്ട്, പല ചരിത്രം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ശരിക്കും നിങ്ങളിപ്പോൾ കുറേ പഴയ ഫാൻസിനൊക്കെ സംസാരിച്ചിട്ടുണ്ടാവല്ലോ. അപ്പോൾ പോർച്ചുഗലിന് ശരിക്കും എങ്ങനെയാണ് ഒരു ഫാൻഡം വരുന്നത് കേരളത്തിൽ? കേരളം മാത്രം കേസ് സ്റ്റഡി എടുക്കുകയാണെങ്കിൽ പോർച്ചുഗലിന് ഈ പറഞ്ഞതുപോലെ ഫീഗോ ഒക്കെ ഉള്ള സമയത്ത് തന്നെ പോർച്ചുഗൽ എന്നുള്ള രാജ്യത്തു നിന്നാണ് ഫീഗോ എന്നുള്ള സാധനം കൊണ്ട് പോർച്ചുഗലിനൊരു ഒരു പർട്ടിക്കുലർ ഫാൻ ഗ്രൂപ്പ് ഉണ്ടായിട്ടില്ലെങ്കിലും പ്രോബബ്ലി ആ ഒരു രാജ്യത്തിനെ എപ്പോഴും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യും, അതിൻ്റെ ഫുട്ബോൾ കാണാനും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ റൊണാൾഡോ സ്റ്റെപ്പ് ഇൻ ചെയ്ത മൊമെൻ്റ് തൊട്ട് പോർച്ചുഗലിൻ്റെ ഒരു ഇത് മാറി, പെർസെപ്ഷൻ മാറി നമ്മളുടെ. കാരണം റൊണാൾഡോ മെയ്ഡ് us ബിലീവ് ദാറ്റ് പോർച്ചുഗൽ ക്യാൻ വിൻ വേൾഡ് കപ്പ്. റൊണാൾഡോ മെയ്ഡ് us ഹോപ്പ്ഫുൾ. റൊണാൾഡോ മെയ്ഡ് ഒരു പർട്ടിക്കുലർ ഫാൻ ഗ്രൂപ്പ് ഇൻ കേരള.
എന്ന് വേണം പറയാൻ. ഇത് ഞാനും വിശ്വസിക്കുന്നൊരു കാര്യമാണ്. ഇതിൻ്റെ അകത്ത് ഇൻഡെപ്തിൽ പോയാൽ ചിലപ്പം ഇപ്പോൾ പറഞ്ഞതുപോലെ മെറഡോണൻ്റെയും മെസ്സിൻ്റെയും ഇടയിലൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തും അർജൻറ്റീനനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞതുപോലെ റൊണാൾഡോക്ക് മുന്നേയും പോർച്ചുഗലിനെ ആർഡൻ്റ്ലി സപ്പോർട്ട് ചെയ്ത് പോർച്ചുഗൽ ഒരു കാലത്ത് എന്തായാലും വേൾഡ് കപ്പ് അടിക്കും അല്ലെങ്കിൽ അതിനുള്ള കപ്പാബിലിറ്റി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ ഉണ്ടായിട്ടുണ്ടാവാം. കാരണം നമുക്ക് പോർച്ചുഗീസ് ഇൻഫ്ലുവൻസ് ഫുട്ബോൾ ഇവിടെ വരാൻ വലിയൊരു ഇൻഫ്ലുവൻസ് ആണ്. പോർച്ചുഗീസ് പിന്നെ ബ്രിട്ടീഷ് സാധനങ്ങളെല്ലാം ഫുട്ബോൾ ഇവിടെ കൊണ്ടുവരാൻ കുറേ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ പോർച്ചുഗൽ അല്ലെങ്കിൽ പോർച്ചുഗീസ് ഇൻഫ്ലുവൻസ് വിത്ത് കേരള ഈസ് നോട്ട് സംതിങ് കണക്റ്റഡ് ജസ്റ്റ് വിത്ത് ഫുട്ബോൾ. അപ്പോൾ ആ ഒരു സാധനമുണ്ട്. അപ്പോൾ റൊണാൾഡോ എന്നുള്ള ആൾ പോർച്ചുഗലിന് ഒരു ഐഡൻറ്റിറ്റി കൊടുത്തു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഒരു സ്റ്റാർ പോലും പോർച്ചുഗലിൻ്റെ ജേഴ്സിയിൽ ഇപ്പോൾ ഇല്ല. പക്ഷേ ആ സ്റ്റാർ കൊണ്ടുവരാൻ റൊണാൾഡോ കേപ്പബിൾ ആണ് എന്ന് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ വിശ്വസിക്കുന്നത് ബിക്കോസ് ഓഫ് ഹിസ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിക്കോസ് ഓഫ് ഹൗ ഹീ വർക്ക്ഡ് ഹാർഡ്. അപ്പോൾ ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു സാധനം പോസിബിൾ ആക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ആൾക്കാർ റൊണാൾഡോനെ സപ്പോർട്ട് ചെയ്തത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഹി പ്ലേഡ് ഹിസ് ലാസ്റ്റ് വേൾഡ് കപ്പ് ആൻഡ് ഹി ഹാഡ് ടു വാക്ക് ഓഫ് വിത്തൗട്ട് വൺ. പക്ഷേ റൊണാൾഡോ പോർച്ചുഗലിന് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ചെയ്തിട്ടുണ്ട്. നാഷണൽ റെക്കഗ്നിഷൻസ് കുറേ കൊണ്ടുവന്നിട്ടുണ്ട് പോർച്ചുഗലിന്. അർജന്റീനക്ക് മെറഡോണക്ക് മുന്നേ ഫാൻസ് ഉണ്ടായെന്ന് പറയുമ്പോൾ എനിക്കറിയാം കേട്ടോ. ഞാൻ അർജന്റീന ഫാൻ ആയത് മെസ്സി ഉള്ളതുകൊണ്ടാണ്. പിന്നെ ഇവിടുത്തെ പലരും മെറഡോണ പിന്നെ മെറഡോണൻ്റെ ഹൗ ഈ പ്ലേയേഴ്സ് എന്ന് മാത്രമല്ല ഒരു പൊളിറ്റിക്കൽ ഫിഗറും കൂടിയാണല്ലോ മെറഡോണ. അപ്പോൾ അങ്ങനെയും കുറേ ഫാൻസ് മെറഡോണക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അതിനു മുമ്പേ അർജന്റീന ഫാൻസ് ഉണ്ടായെന്ന് പറയുമ്പോൾ പെലേൻ്റെ സമയത്തും അർജന്റീനനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. കാരണം പെലേൻ്റെ ഒക്കെ കളി കാണുമ്പോൾ കളി ആരും കണ്ടിട്ടില്ല. പെലേൻ്റെ കളിയൊക്കെ ആൾക്കാർ വായിച്ചിട്ട് തന്നെ അറിഞ്ഞത്. അത് ബ്യൂട്ടിഫുള്ളി എഴുതിയിട്ട് ആൾക്കാർ വായിച്ചിട്ടാണ് പെലെ എന്ന് പറയുന്ന ഒരാളെ നമ്മൾ അറിയുന്നത് പോലും. അപ്പൊ ആ സമയത്ത് റിപ്പോർട്ടർ ഡോക്യുമെന്ററി പറയുന്നില്ലേ? ബാസി മലാപ്പറമ്പ് ആക്ച്വലി പെലേൻ്റെ വലിയൊരു ഫാനായിരുന്നു. ഹീസ് നോട്ട് എ ജേർണലിസ്റ്റ്. നമുക്കൊരിക്കലും ബാസി മലാപ്പറമ്പിനെ ജേർണലിസ്റ്റ് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് ജേർണലിസ്റ്റുകൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇപ്പോൾ ജേർണലിസ്റ്റ് എന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ ആളെല്ലാ കാര്യവും റിപ്പോർട്ട് ചെയ്യണ്ടേ. വേൾഡ് കപ്പ് മാത്രം റിപ്പോർട്ട് ചെയ്യാൻ പോയ ഒരാളെങ്ങനെയാണ് ജേർണലിസ്റ്റ് എന്ന് പറയാമെന്ന് എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചിട്ടുണ്ട് ബാസി സാറിനെ പറ്റി സംസാരിക്കുന്ന സമയത്ത്. അപ്പോൾ ഹീ ഈസ് എൻ എൻജിനീയർ. പെലേനോടുള്ള ഭയങ്കര ഇഷ്ടം കാരണം 1978 ഇവിടെ കോസ്മോസിനെതിരെ മോഹൻ ബഗാനെതിരെ കളിക്കാൻ വേണ്ടി പെലെ വന്ന സമയത്താണ് ഇവർ ആദ്യമായിട്ട് പെലേനെ കാണുന്നത്. ആൻഡ് ദാറ്റ് മൊമെന്റ് ഹി വാസ് ഹുക്ഡ്. ഹി അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് സംതിങ് റീച്ചബിൾ. നമുക്ക് കേരളത്തിൽ ഇരുന്നുകൊണ്ട് പെലേനെ കാണാനോ ഈ വേൾഡ് കപ്പ് കാണാനോ പറ്റില്ല എന്ന് ഏതൊരു മൊമെന്റിൽ റിയലൈസ് ചെയ്ത് പോയിന്റ് തൊട്ടാണ് ഹി സ്റ്റാർട്ടഡ് അപ്ലൈങ് ഫോർ അക്രഡിറ്റേഷൻസ്. കാരണം ഇമ്പോസിബിൾ ആയിട്ടുള്ളത് പോസിബിൾ ആക്കാൻ പറ്റുന്ന ഒരു ഫീൽഡല്ലേ ജേർണലിസം. ഇന്നാക്സസിബിൾ ആയിട്ടുള്ളത് ആക്സസിബിൾ ആക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് അല്ലേ. ഏത് സൂപ്പർ സ്റ്റാറിൻ്റെ സൈഡിലും ആധികാരികമായി പോയിരുന്ന ചോദ്യം ചോദിക്കാൻ പറ്റുന്ന ഒരു പൊസിഷനിലേക്ക് ഒരു ജേർണലിസ്റ്റിന് എത്താൻ പറ്റും വിത്തൗട്ട് എനി അതർ തിങ് അല്ലേ. അത് ആ കാലത്ത് മനസ്സിലാക്കി അക്രഡിറ്റേഷൻ അപ്ലൈ ചെയ്ത് പോയി ഒരുപാട് 8 വേൾഡ് കപ്പ് കവർ ചെയ്തു. അതിൻ്റെ ഇടയിൽ ഒരു വേൾഡ് കപ്പ് മിസ് ചെയ്തിട്ടാണ്. അപ്പോൾ അത്രയും കാര്യം അയാൾക്ക് ചെയ്യാൻ പറ്റിയത് അടങ്ങാത്ത ഇഷ്ടം ഫോർ പെലെ കളിക്കുന്ന പോലും ഇല്ല ഇയാൾ വേൾഡ് കപ്പ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത്. മനസ്സിലായോ? അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന മെറഡോണന്റെയും മെസ്സിന്റെയും മുന്നേ ഉള്ള അർജന്റീന ഫാൻസ് അതിനേക്കാളും പീക്ക് ചെയ്തിട്ട് എനിക്ക് ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്ത സാധനം മെറഡോണ കഴിഞ്ഞതിന് ശേഷം മെസ്സി വരുന്നതിന് മുന്നേ ഒരു അർജന്റീന ഉണ്ടായിരുന്നു. ആ അർജന്റീനയിൽ അത്രയും പറയാൻ മാത്രമുള്ള പ്ലെയേഴ്സ് വന്നിട്ടുമില്ല. ബാറ്റിസ്റ്റൂട്ട, ഓർത്തേഗ, റിക്വൽമി ഇവരൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരു വേൾഡ് കപ്പ് വിൻ ചെയ്ത് കൊടുക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തായാലും അർജന്റീനക്ക് കേപ്പബിൾ ആണ് എന്നുള്ള രീതിയിൽ ഒരു നാഷണൽ ഹീറോ എന്നൊക്കെ പറയുന്ന പോലെ മെസ്സി മെറഡോണ പോലുള്ള ഒരാൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ സമയത്തും നമ്മളെ നാട്ടിലുള്ള അർജന്റീന ഫാൻസ് ഭയങ്കരമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. ഞാൻ 2 ദിവസം മുന്നേ ഒരു സ്ക്രീനിങ്ങിൻ്റെ സൈഡിൽ ഇങ്ങനെ പോയ സമയത്ത് ഒരാൾ ഒന്നുമില്ല അവിടെ എന്നിട്ട് വെറുതെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരാൾ പറഞ്ഞു, നിങ്ങൾക്ക് മെസ്സി ഫാനാണോ വേണ്ടത് അർജന്റീന ഫാനാണോ വേണ്ടത്? അവിടെ ഇരിക്കുന്ന മല്ലാക്ക അവൻ ഭയങ്കര മെസ്സി ഫാനാണ്. അപ്പോൾ തൊപ്പിയൊക്കെ ഇട്ടിട്ടൊരു വെള്ള ഷർട്ടൊക്കെ ഇട്ടിട്ട് ആളടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ വെറുതെ ഞാൻ പറഞ്ഞതാ മെറഡോണനെയും കപ്പടിച്ചുകൊണ്ട് മാത്രമല്ലേ നിങ്ങൾ ഫാനായെന്ന് ചോദിച്ചപ്പോൾ ആൾ ഫോളോ ചെയ്യാൻ തുടങ്ങി 1998 മുതൽ 2026 വരെ ഓരോ വേൾഡ് കപ്പിലും അർജന്റീനക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിലൂടെയാണ് ആളുടെ ഫാൻഡം പറഞ്ഞത്. കപ്പടിക്കുന്നതുകൊണ്ട് മാത്രമല്ല, ഇതൊക്കെ കഴിഞ്ഞിട്ടും 2022 മെസ്സി കപ്പടിക്കുന്നത് എന്നുള്ള സാധനം. അപ്പോൾ
അത്രയും ഡെപ്തിൽ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് നമ്മൾ വിചാരിക്കാത്ത ഡേറ്റാസ് നമുക്ക് പറഞ്ഞിരുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ക്യൂരിയോസിറ്റി കൂടുന്നതും ഷോക്കാവുന്നതും. നമ്മൾ ഫോർ ഫ്രണ്ടിൽ നമ്മൾ നിൽക്കുന്ന കുറേ ആൾക്കാർ, മെസ്സിനെ പറ്റി സംസാരിക്കുന്ന കുറേ ആൾക്കാർ, അവരുടെ ഇമോഷണൽ ഡെപ്ത്, അവരുടെ നോളജിൻ്റെ ഡെപ്ത് ഒക്കെ നമുക്ക് ചിലപ്പം കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും. പക്ഷെ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇതുപോലെ മീറ്റ് ചെയ്യുന്ന ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഏത് മുക്കിലും മൂലയിലും പോയാൽ ഫാൻസ് ഉണ്ട്. ആ ഫാൻസിൻ്റെ നോളേജ് എന്താണെന്നുള്ളതിൻ്റെ ഒരു റിയാലിറ്റി ചെക്ക് നമുക്ക് കിട്ടും. എങ്ങനെയാണ് ഇതിനെ റിസീവ് ചെയ്യുന്നത്? അതെ, ഒരു ചിലപ്പം ഒരു ടി വിയിലും വന്നിട്ടുണ്ടാവില്ല, ആരും അവരെ പറ്റി അറിഞ്ഞിട്ടും ഉണ്ടാവില്ല. പക്ഷെ ആ നാട്ടുകാർക്ക് അറിയാം ആ നാട്ടിലുള്ള പ്രധാനിയായിട്ടുള്ള അർജന്റീന ഫാൻ, ബ്രസീൽ ഫാൻ, പോർച്ചുഗൽ ഫാൻ ആരാണ്, എവിടെ പോയിട്ട് നമ്മൾ ചോദിക്കണം എന്നുള്ളത്. കാരണം നമ്മളെ നാട്ടിൽ ചായക്കടകളിൽ ഡിസ്കഷൻ ഉണ്ടാവും. അല്ലാണ്ട് വേറെ എല്ലാ സ്ഥലത്തും പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞിട്ട് പുറത്ത് വന്നിട്ട് നമ്മൾ ഫുട്ബോളിനെ പറ്റി സംസാരിക്കുന്നില്ലേ? അല്ലേ? അതേപോലെ തന്നെ വേറെ പല കല്യാണ വീട്ടിൽ പോയാൽ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്നില്ലേ? അന്ന് ഞാനൊരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ ഇപ്പുറത്ത് ഫുൾ വേൾഡ് കപ്പ് 2022 വേൾഡ് കപ്പിൻ്റെ കംപ്ലീറ്റ് മാച്ചിൻ്റെ ഡിസ്കഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. നമ്മളെല്ലാ സ്ഥലത്തും ഇത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ സംസാരിക്കുന്ന സ്ഥലങ്ങളിൽ ആൾക്കാർക്ക് അവരുടെ നോളജും കാര്യങ്ങളും ഡെവലപ്പ് ആവുന്നുണ്ട്. ഇതൊന്നും അറിയാത്ത ഒരാൾ വന്നിട്ട് ഒരു 10 മിനിറ്റ് ഈ ആൾക്കാരുടെ കൂടെ ഇരുന്നിട്ട് സംസാരിക്കുമ്പോൾ അവർക്കും ഡേറ്റാസ് കിട്ടും. ഓ, ഇന്ന ഇയറിൽ ഇവർ അടിച്ചു, ബ്രസീലിന് 5 കപ്പാണ്, അർജന്റീനയ്ക്ക് ഇപ്പം 3 പോർച്ചുഗലിന് ഒന്നുമില്ല. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള സാധനം പോലും ഒന്നും അറിയാത്ത ആൾക്കാർ പോലും ഈ ടൈമിൽ ഇത് എവിടേക്കോ ആയിട്ട് ഹുക്കായി പിന്നെ അവരതിലങ്ങ് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ കൾച്ചറാണ് നമ്മളെ നാട്ടിലുള്ളതെന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ട്. ഈ ഡയലോഗ് അടിക്കാന്ന് പറയുമ്പോൾ ഫ്ലെക്സിൽ കാണുന്ന എഴുത്തുകളുണ്ടല്ലോ, ഇപ്പം വരുന്ന ഓരോ ഫ്ലെക്സിൽ എന്താ കപ്പ് കാലിൽ എണ്ണിയാലും കയ്യിൽ എണ്ണിയാലും 5 താഴെയാണ് 3. അയാളെ മറുപടി ഇപ്പടുത്ത് അർജന്റീന ഫാൻസും കൊടുക്കുന്നുണ്ടാവും. മൊത്തം വെച്ചിട്ട് കപ്പിന്റെ എണ്ണ എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇത് വെക്കുന്നു, ഇതിന്റെ മേലെ വെക്കട 1 എന്നിട്ട്. ഓ, അങ്ങനെ കുറെ ഡയലോഗ് അടികൾ. കുറെ കാലം കളർ ടി വി ഉള്ള സമയത്ത് നിങ്ങൾ കപ്പടിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യമായി അർജന്റീന കേട്ടോണ്ടിരുന്നത്. ഇപ്പൊ അർജന്റീന HD നമ്മൾ കപ്പടിക്കുന്നത് കണ്ടു, നിങ്ങളിപ്പോ കണ്ടു എന്നുള്ള സാധനം തിരിച്ചു ചോദിക്കാൻ തുടങ്ങി. അപ്പൊ ഈ ഫ്ലെക്സിന്റെ മേലെ വരുന്ന എഴുത്തും ഫ്ലെക്സ് എന്ന് പറയുമ്പോഴാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞ ഇതിനോട് നമുക്ക് ചേർത്ത് പറയാൻ പറ്റുന്നതായിരിക്കും. അതായത് റൊണാൾഡോ ഫാൻസ് എന്ന് പറയുമ്പോൾ ഇപ്പം അർജന്റീനൻ്റെ ഫ്ലെക്സ് എടുത്ത് നോക്കുമ്പോൾ അർജന്റീന ടീം നമുക്ക് കാണാൻ പറ്റും. ഇൻ കേസ് മെസ്സി ആണെങ്കിൽ പോലും, മെയിനായിട്ടാണെങ്കിൽ പോലും ഇപ്പോഴത്തെ ഡിപ്പോൾ അങ്ങനത്തെ എല്ലാ പ്ലെയേഴ്സും ഉണ്ടാവും. ബ്രസീലിൻ്റെ എടുത്ത് നോക്കുകയാണെങ്കിലും ബ്രസീലിനെ പിന്നെ നെയ്മർ എന്ന രാജകുമാരനെ രാജാവാക്കാന്നുള്ളൊരു ലക്ഷ്യമാണ്. പക്ഷെ പോയി എനിക്ക് സങ്കടമുണ്ട്, എന്നാലും പോയി അർജന്റീന ഫാനിൽ സന്തോഷിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ ആൻസലോട്ടി ഇങ്ങനെ കിരീടം വെച്ചു കൊടുക്കുക. പക്ഷേ പോർച്ചുഗൽ ഫാൻസിൻ്റെ ഫ്ലെക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ റൊണാൾഡോ 17 വയസ്സുള്ള റൊണാൾഡോ, 21 വയസ്സിൽ 6 ബാക്കുള്ള റൊണാൾഡോ, അങ്ങനെ റൊണാൾഡോൻ്റെ മാത്രമുള്ള പലവിധ രൂപങ്ങൾ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നോക്കുകയാണെങ്കിൽ റൊണാൾഡോയിലൂടെയാണ് ശരിക്കും എനിക്ക് തോന്നിയത് കേരളത്തിലുള്ളൊരു പോർച്ചുഗൽ ഫാൻസ് ഇത്രയും ലെവലിലേക്ക്. അതുകൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യം അധികം അർജന്റീന ഫാൻസും കളിയാക്കി അത് വെച്ചിട്ടായിരുന്നു. പോർച്ചുഗൽ ടീം നല്ല ടീമാണ്, റൊണാൾഡോ മാത്രമേ കുഴപ്പമുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ്. ശരിക്കും പറഞ്ഞ ടീം നല്ല ടീം. ഞാൻ പറയട്ടെ, അർജന്റീന പറയണ്ട. നമ്മുടെ നാട്ടില് മൊറോക്കോ, ഇപ്പൊ കാബോ വെർദേന്റെ ബൊസീനിനെ പറ്റി പറഞ്ഞതിന് ഇവിടുത്തെ ആൾക്കാർക്ക് അറിയാം. ഈ 2026 അവര് മാച്ച് നടക്കുന്നതിന് മുന്നേ ഈ ഒരു പർട്ടിക്കുലർ ഗോൾ കീപ്പറിനെ പറ്റിയിട്ട് നമുക്കും അറിയില്ലായിരുന്നു, ലോകത്തിനും അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പം നമ്മളും സംസാരിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഓരോ ഈ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലോക്കൽ ടീം അല്ലെങ്കിൽ സ്മോൾ ടീം നമ്മൾ വിചാരിക്കുന്ന ടീമുകൾ വരുന്ന സമയത്ത് അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ക്വാളിറ്റി ഫുട്ബോളിനെ ആക്ച്വലി റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ആൾക്കാർ. അതിനെ പറ്റിയിട്ട് കൂടുതൽ പഠിക്കാനും അവരുടെ ഫാൻസാന്ന് പറയാനും ഭയങ്കര പ്രൗഡായിട്ട് അവർ പറയുന്നുണ്ട്. ഇപ്പം മൊറോക്കോ പോർച്ചുഗലിനെ പുറത്താക്കിയ സമയത്ത് മൊറോക്കോ ഒരു എന്താ പറയുക, നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് മൊറോക്കോ വന്നത്. ഈ വേൾഡ് കപ്പിൽ നമ്മളത് കണ്ടു. അതുപോലെ ഇതുപോലെ ജപ്പാൻ്റെ മാച്ച് നടക്കുമ്പോൾ ജപ്പാനെ സപ്പോർട്ട് ചെയ്തിട്ട് കരഞ്ഞൊരാളെ വീഡിയോ ഭയങ്കര വൈറലായിട്ടുണ്ട്. അത് പ്രോബബ്ലി ബ്രസീൽ തോക്കണം എന്ന് ആഗ്രഹിച്ചതുകൊണ്ടാവാം. ബട്ട് സ്റ്റിൽ ജപ്പാൻ്റെ ഫുട്ബോൾ ഇഷ്ടപ്പെട്ട് ജപ്പാൻ എന്തുകൊണ്ട് ഇങ്ങനെ ഫുട്ബോൾ കളിക്കുന്നു, അവരുടെ എയിം എന്താണ്, 2050 മുന്നേ അവരൊരു വേൾഡ് കപ്പ് അടിക്കും, അങ്ങനെ ഉള്ള ഒരു പർട്ടിക്കുലർ എന്താ പറയുക രീതിയിലാണ് അവർ അതിനെ കാണുന്നത്. ആ സാധനം നമ്മൾ പഠിക്കുന്നുണ്ട്, അതിനെപ്പറ്റി അറിയുന്നുണ്ട്. അപ്പോൾ ഒരു 2026 വേൾഡ് കപ്പ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ വേൾഡ് കപ്പ് സീസൺ തീരുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ആർ എൻഡഡ് അപ്പ് വിത്ത് ലോഡ് ഓഫ് നോളജ്. പിന്നെ അവനറിയാം എനിക്കറിയില്ല എന്നുള്ളത് എൻ്റെ പ്രൈഡിൻ്റെ ഇഷ്യൂ ആണ്. അപ്പം നമ്മളത് പഠിക്കും. കാരണം എവിടെയെങ്കിലും പോയാൽ ആരെങ്കിലും ചോദിച്ചാൽ പറയാൻ മറുപടി വേണമല്ലോ. ആസ് എൻ അർജന്റീന ഫാൻ ഇന്ന് പെനാൽറ്റി മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മിസ്സായതിൻ്റെ റീസൺ പറയാൻ എൻ്റെ അടുത്തൊരു റീസൺ ഇല്ലെങ്കിൽ അത് എൻ്റെ പ്രൈഡിൻ്റെ പ്രശ്നമാണെന്ന് വിശ്വസിച്ചിട്ട് അതിനെപ്പറ്റി കൂടുതൽ സംസാരിച്ചിട്ടും അറിഞ്ഞിട്ടും വായിച്ചിട്ടും
നോളജ് ബിൽഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന കുറേ ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും ഇതിനെപ്പറ്റി വീഡിയോസ് ചെയ്യുന്ന ഒരാളാണെങ്കിലും ആ ഇൻഫ്ലുവൻസർ വീഡിയോ ഇട്ടു അപ്പോൾ ഞാനും ഇടണ്ടേ, ദിസ് ഇസ് ദ ട്രെൻഡ് നൗ, സോ വി ഹാവ് ടു ഡു ഇറ്റ്. അങ്ങനെ ഡെവലപ്പ് ആകുന്ന ഫാൻഡം ഒരു സൈഡിൽ വേറെ ഉണ്ട്. ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടില്ലേ ഇപ്പം കളി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇപ്പം കാപ്പ് വെറുതെ എന്ന് വെച്ചാൽ കളി കണ്ടിട്ടാണ് കുറേ ആൾക്കാർ ഫാൻസ് ആണ്. പക്ഷേങ്കിൽ 2 സാധനം, ഒന്ന് നാളെ കുറ്റിച്ചിറ പോയപ്പോൾ ഉണ്ട് അവിടെ ഗാനൻ്റെ ഒരു ഫ്ലെക്സ്, ഗാനൻ്റെ ഫ്ലെക്സ്, ഗാന കണ്ടേക്ക് ഇപ്രാവശ്യത്തെ കറുത്ത കുതിരകൾ ഇവരായിരിക്കും എന്നിട്ട് ഓല അനുമോദിച്ചിട്ടും ഓൾ ജയിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫ്ലെക്സ്. അതേപോലെ തന്നെ ഇപ്പം നേരത്തെ ലഭ്യ പറഞ്ഞു എറണാകുളത്ത് കൊച്ചിയിലട്ടം പെരഗൈൻ്റെ ഒരു ഫ്ലെക്സ്. അപ്പം നമ്മൾ ഈ ഫാൻഡം എന്ന് പറയുമ്പോൾ ഓക്കെ അർജൻറ്റീന, ഒബ്വിയസ്ലി ബ്രസീൽ, പിന്നെ പോർച്ചുഗൽ, ഇംഗ്ലണ്ട്, ഫ്രാൻസ് എന്നൊക്കെ ഒരു വമ്പൻ ടീമാണല്ലോ എപ്പോഴും പറയും. പക്ഷേ സ്റ്റിൽ ഇങ്ങനത്തെ ടീമിന് കളി തുടങ്ങുന്നതിന് മുമ്പിന് എന്തുണ്ട്, ഫ്ലെക്സ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഈ ചെറിയ ടീം അതോ എന്നും ഇതേപോലെ തന്നെ വലിയ ഈ അർജൻറ്റീന, ബ്രസീൽ, ഫ്രാൻസ്, ഇംഗ്ലണ്ട് അങ്ങനത്തെ വലിയ സ്റ്റാർഡം അല്ല ഫാൻഡമാണ് ഉണ്ടായത്, അതോ പണ്ട് മുതൽക്കേ ഇങ്ങനെ ചെറിയ ടീമുകളെ ഫോളോ ചെയ്യൽ? നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കുറേ പ്രവചനങ്ങളും ഇപ്പോൾ ഒപ്റ്റാനാലിസ്റ്റ് എല്ലാം ഒരു വളരെ അടിപൊളിയിൽ അനലൈസ് ചെയ്തിട്ട് ഈ വേൾഡ് കപ്പ് ആര് ജയിക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിലും നമ്മളേതായ അനാലിസിസ് നടത്തുന്നുണ്ട്. ആ ടീം ഇപ്പോൾ ഒരു വേൾഡ് കപ്പിൽ ക്വാളിഫൈ ചെയ്യുന്ന ടീമുകൾ, ആൾക്കാർ, സ്റ്റാറുകളെ മെയിനായിട്ട് ഇപ്പോൾ നോക്കുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ നമ്മളെ ടീം കളിക്കുന്ന ഗ്രൂപ്പിൽ ഏതൊക്കെ ടീംസാണുള്ളത്, അവരുടെ കപ്പാസിറ്റി എന്താണ്, അവരുടെ സ്റ്റാർ പ്ലെയേഴ്സ് ആരൊക്കെയാണ്. ഇപ്പോൾ ഗാന ഉള്ള ഗ്രൂപ്പിൽ ഗാനൻ്റെ കപ്പാസിറ്റി എന്താണ് എന്നറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഈസ് വൺ തിങ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തൊന്നും ഇത് ഒന്നും അല്ലാണ്ട് ന്യൂട്രലായിട്ട് നിൽക്കുന്ന ആൾക്കാരും ഉണ്ടാവും. ഇവർക്ക് പുതിയൊരു ടീമിനെ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മൊറോക്കോനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ ദാറ്റ് വുഡ് ഹാവ് ബീൻ അടിപൊളി. അത് പ്രെഡിക്റ്റ് ചെയ്ത ആൾക്കാരും ഉണ്ട്. മൊറോക്കോ ഒരു നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഒരു അണ്ടർ റേറ്റഡ് ഫോഴ്സാണ്. ഹക്കീമിനൊക്കെ ഓൾറെഡി ആൾക്കാർക്ക് അറിയായിരുന്നു. അപ്പോൾ അതുപോലെയുള്ള ഫ്ലെക്സുകൾ തുടക്കം തൊട്ട് തന്നെ അവരുടെ നോളജിനെയാണ് അവർ ഫ്ലെക്സ് ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ ഈ ഫ്ലെക്സ് നേരത്തെ പറഞ്ഞതുപോലെ ഫ്ലെക്സ് കാരണം നോളേജ് കൂടുന്നുണ്ട് നമുക്ക്. ഇപ്പോൾ അർജൻറ്റീനൻ്റെ ഒരു ഫ്ലെക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കോപ്പ അമേരിക്ക അടിച്ച വർഷങ്ങൾ, വേൾഡ് കപ്പ് അടിച്ച വർഷങ്ങൾ, അതടിക്കുമ്പോൾ ഉണ്ടായ ആൾക്കാരാരൊക്കെയാണ് എന്നൊക്കെ ഒരു ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു നമ്മൾ ഫ്ലെക്സുകൾ മാത്രം വായിച്ചാൽ തന്നെ വേൾഡ് കപ്പിനെ പറ്റി വലിയൊരു നോളജ് നമുക്ക് കേരളത്തിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഫ്ലെക്സ് ഇപ്പം നമ്മൾ സാധാരണ ഇവിടുത്തെ ഒരു പോസ്റ്റർ കൾച്ചറും തമിഴ്നാടത്തെ ഒരു പോസ്റ്റർ കൾച്ചറിൻ്റെ ഡിഫറൻസിനെ പറ്റി പറയാം. തമിഴ്നാടത്തെ പോസ്റ്റർ വെച്ചാൽ എല്ലാവരും ഉണ്ടാവും. അതെ, ഫോട്ടോയിൽ ഇങ്ങനെ ഇപ്പോൾ ഒരാളുടെ ജന്മദിന ആശംസകളായിരിക്കും, അപ്പോൾ ഓൻ്റെ ഫോട്ടോ നടുവിൽ ഇപ്പോഴത്തെ മരിച്ച ആൾക്കാർ മേഘത്തിൽ എന്തുണ്ടാവും, ഓരോ ഫോട്ടോസ് ഉണ്ടാവും. ആ സെയിം സാധനം ഈ ഫുട്ബോൾ ഫാൻസിന്റെ ഇതിലേക്ക് വരുമ്പോൾ കാണും. ഇപ്പൊ മറഡോണ എന്തുണ്ടാവും, മുകളിൽ എപ്പോഴും ഉണ്ടാവുക, അതായത് മരിച്ച ലെജൻഡ് പെല എപ്പോഴും മുകളിൽ ഉണ്ടാവും. ഈ വർഷം പറയുമ്പോൾ എല്ലാവരെയും ഫോട്ടോ ഇങ്ങനെ ഉണ്ടാവും. പക്ഷെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഫ്ലെക്സിന്റെ കൾച്ചർ എടുത്ത് നോക്കുമ്പോൾ കേരളത്തിൽ ബാക്കിയുള്ള ഇപ്പം ഒരു സിനിമ പോസ്റ്റർ എടുത്ത് നോക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പോസ്റ്റർ എടുത്ത് നോക്കുമ്പോഴോ ഭയങ്കര മിനിമലായിട്ട് കറക്റ്റ് ആ സ്പേസ് ഒക്കെ സെറ്റപ്പ് ആക്കിയിട്ട് അങ്ങനത്തുള്ള പോസ്റ്ററേ ചെയ്യൂ. പക്ഷെ ഈ ഒരു ന്യൂ മിനിമൽ എസ്തറ്റിക്സ് ഒന്നും നമുക്ക് ഈ ഫുട്ബോൾ ഫ്ലെക്സ് കാണാൻ പറ്റൂല. ഒരു ഡിസൈനർ ഇങ്ങനെ നോക്കുമ്പോൾ ഇത് പല കളർ ഉപയോഗിച്ചിട്ടുണ്ടാവും. ഇവിടെ ഒരു മാസ് ഡയലോഗ് ചോപ്പിൽ, ഒരു മാസ് ഡയലോഗ് പച്ചയില്, അതുപോലെ തന്നെ ഫോട്ടോസ് ഒരു അലൈൻമെന്റ് ഉണ്ടാവില്ല. ഇവിടെ ഒരു പ്ലെയർ ഇത്ര വലുപ്പത്തിൽ ഉണ്ടാവും. ചിലപ്പോൾ ഓനെ സംബന്ധിച്ചിടത്തോളം ആ പ്ലെയർ ആയിരിക്കും അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരണ്ടേ. അപ്പോൾ പോസ്റ്ററിന്റെ ഇപ്പം ഉണ്ടാകുന്ന ഇപ്പൊ ഇൻട്രസ്റ്റിലൊക്കെ വരുന്നൊരു ട്രെൻഡ് ഉണ്ടല്ലോ, സോക്കോൾഡ് ട്രെൻഡിനെ ഒന്നും ഫോളോ ചെയ്യാണ്ടാണ് ഇവിടുത്തെ ഒരു ഫുട്ബോൾ ഫ്ലെക്സ് കൾച്ചർ എനിക്ക് ഫീൽ ചെയ്തത്. അതെ, ഇതിൽ ഡിസൈനിങ്ങിന് ആക്ച്വലി ഭയങ്കര ഒരു എഫേർട്ട് ഉണ്ട്. ഞാൻ ശ്രദ്ധിക്കുന്ന വേറൊരു കാര്യം, ഇപ്പോൾ പറഞ്ഞ് തമിഴ്നാട്ടിലുള്ളൊരു വേറെ തന്നെ രീതിയിലാണ് ഡിസൈൻ ചെയ്യുന്നത്, നമ്മുടെ നാട്ടിൽ വേറെ തന്നെ രീതിയിലാണ് ഡിസൈൻ ചെയ്യുന്നതും വെക്കുന്നതും അതിൻ്റെ ഇൻറ്റൻഷൻ എല്ലാം ഡിഫറെൻ്റ് ആണ്. പക്ഷേ വേറൊരു സംഭവം ഞാൻ നോട്ടീസ് ചെയ്തതെന്ന് വെച്ചാൽ ഒരു ഫ്ലെക്സ് ഒരുപോലെയല്ല, എല്ലാത്തിനും ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ടെക്സ്റ്റ് വേറെയാ, എല്ലാത്തിൻ്റെയും ഡയലോഗ്സ് വേറെയാ. എവിടുന്നും കോപ്പി അടിച്ചിട്ട് പ്രിൻ്റ് എടുത്തിട്ട് ഒരു എഫേർട്ടും ഇല്ലാണ്ട് പ്രിൻ്റ് എടുക്കുന്നതല്ല, എല്ലാം പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് 100 അടിയുള്ള ഫ്ലെക്സ് ആണെങ്കിൽ അതിൽ എവിടെയൊക്കെ എന്തൊക്കെ വരണം എന്ന് പ്രോപ്പറായി ഇരുന്ന് പ്ലാൻ ചെയ്തത്. പ്ലാൻ ചെയ്യണമെങ്കിൽ ഒരു നോളജ് വേണ്ടേ? ഈ പ്ലെയേഴ്സിനെ ആഡ് ചെയ്യുമ്പോൾ പേര് മാറാൻ പാടില്ല, പേരിൻ്റെ സ്പെല്ലിങ് മാറാൻ പാടില്ല, പിന്നെ അത് പറഞ്ഞിട്ട് ഇപ്പുറത്ത് വേറൊരു ഫ്ലെക്സ് വരും, ഊക്ക് വരും. അപ്പം ഇതൊന്നും ഇല്ലാത്ത രീതിയിൽ ഇത് എഡിറ്റ് ചെയ്യണം, അതിനുള്ള നോളജ് വേണം, അതിനുള്ള എഫേർട്ട് ഉണ്ട്, അതിനുള്ള ടൈം ഉണ്ട്, അതിനുള്ള എക്സ്പെൻസ് ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ടും ഇത് വെക്കാനൊരു എന്തുണ്ട് എഫേർട്ട് ഉണ്ട്. ഇതെല്ലാം നമ്മൾ എടുക്കാനും റെഡിയാണ്.
ഇപ്പം അടുത്ത് ഞാൻ കുറച്ച് നോട്ടീസ് ചെയ്ത വേറൊരു സംഭവം എന്ന് വെച്ചാൽ അർജന്റീന ഫാൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ആ നാട്ടിലുള്ള പ്രമുഖരായിട്ടുള്ള അർജന്റീന ആൾക്കാരുടെ ഫോട്ടോ വെച്ചിട്ടുള്ള ഫ്ലെക്സ്, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പെൺകുട്ടികൾ ചെയ്തിട്ടുണ്ട് അതുപോലത്തെ ഒരു ഫ്ലെക്സ്. ഒരു നാട്ടിലുള്ള പെൺകുട്ടികൾ മാത്രം അവരുടെ അർജന്റീന ജേഴ്സി ഇട്ടിട്ടുള്ള പല പിക്ചേഴ്സും ഇങ്ങനെ വെച്ചിട്ടുള്ള ഫാൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്തെ ടീമിൻ്റെ കൂടെ അവരുടെ ഫോട്ടോ. പിന്നെ ഇപ്പോൾ അടുത്ത് പോയപ്പോൾ ഞാൻ ഒരു ആലുബായ് എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ, ആള് ലൈക്ക് മുന്നിലും തിരിഞ്ഞിട്ടൊക്കെ നിന്നിട്ടുള്ള അർജന്റീന ഫാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആള് മാത്രമേ ഉള്ളൂ. അതിൽ മെസ്സി ഇല്ല, മറഡോണ ഇല്ല, ആരും ഇല്ല. ആള് അർജന്റീനയുടെ ജേഴ്സി ഇട്ടിട്ട് ഫോട്ടോ. യെസ്. അപ്പോൾ ഇതെല്ലാം ഒരു ടൈപ്പ് ഓഫ് ഇതാണ്. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് റൊണാൾഡോന്റെ കൂടെ AI എഡിറ്റ് ചെയ്തിട്ട് റൊണാൾഡോന്റെ കൂടെ നിൽക്കുന്ന ആള് മാത്രമേ ഉള്ളൂ ആ ഫ്ലെക്സിൽ, ഒരാള് മാത്രം, അയാളും റൊണാൾഡോയും അടുത്തിങ്ങനെ നിൽക്കുന്ന ഒരു ഫോട്ടോ. അത് റിയൽ ഫോട്ടോ കൂടിയല്ല, അത് AI എഡിറ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോ ആണ്. പക്ഷേ ദാറ്റ് ഈസ് ബീങ് ഫ്ലെക്സ്ഡ്, ദാറ്റ് ഈസ് ബീങ് കെപ്റ്റ് ഇൻ ദ മിഡിൽ ഓഫ് ദ റോഡ് വിത്ത് മച്ച് കോൺഫിഡൻസ്. അതാണ് ആൾക്കാർ കാണുമ്പോൾ ചിരിക്കും, കളിയാക്കും, ബട്ട് ഐ ഡോണ്ട് കെയർ, ദിസ് ഈസ് ദ ടൈം എന്നുള്ള രീതിയിൽ. അപ്പൊ അവരുടെ ക്രേസി ഫാൻഡം ഏത് രീതിയിലും എക്സ്പ്രസ് ചെയ്യാനുള്ള, ഇപ്പൊ കോഴിക്കോട് ഇപ്പൊ കഴിഞ്ഞ അർജന്റീന സ്വിറ്റ്സർലൻഡ് മാച്ച് കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ റോഡിലുള്ള പ്രകടനം കണ്ടിട്ടില്ലേ? അതിന് മുന്നേ ഈജിപ്തിന് മാച്ച് കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ബ്രസീൽ പുറത്തായപ്പോൾ ഉള്ള ഇതിന്റെ എല്ലാം ആഘോഷിക്കുന്ന ആ സാധനമല്ലേ എവിടെയോ. പിന്നെ ഒരു സംഭവം നമ്മൾ കണ്ട് ഇഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാൽ അത് ഏതോ ഒരു പോയിന്റിൽ അത് നമ്മളെ സാധനമായി മാറും. ബ്രസീല് പിന്നെ കുറേ ആൾക്കാർ അന്ധവിശ്വാസങ്ങളുള്ള കുറേ ഫാൻസ് ഉണ്ട്. അർജന്റീന ഫാൻസിന്റെ കാര്യത്തിലാണ് എനിക്ക് കുറേ ഉള്ളത്. ഞാൻ കണ്ട കളി മെസ്സി ഗോൾ അടിക്കില്ല, അല്ലെങ്കിൽ ഞാൻ ജേഴ്സി ഇട്ടിട്ടില്ലെങ്കിൽ നമ്മൾ കളി ജയിക്കില്ല, അങ്ങനെ വിശ്വസിക്കുന്ന ഫാൻസ് ഉണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് ഞാനും. ഞാൻ ഒരു മാച്ചും ജേഴ്സി ഇടാണ്ട് ഇതുവരെ കണ്ടിട്ടില്ല. ജയിക്കൂല എന്നുള്ള സാധനമൊന്നല്ല, നമ്മളെ സൈഡിൽ നിന്നുള്ള മാക്സിമം നമ്മൾ കൊടുക്കുക, നമ്മൾ അത്രയും ജെന്യൂൻ ആയിട്ട് നിൽക്കുക, എന്നിട്ട് നമ്മൾ ജയിക്കുമെന്ന് നോക്കുക, അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഞാൻ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ അന്ന് സ്വിറ്റ്സർലൻഡുമായിട്ടുള്ള മാച്ചിൻ്റെ സമയത്ത് ഒരു പെൺകുട്ടീനെ മാത്രം ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. കാരണം ഷി വാസ് ടൂ മച്ച് എന്താ പറയുക ഇമോഷണലി ഹുക്ഡ് വിത്ത് ദ മാച്ച്. അവൾ മാച്ച് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒരു പോയിന്റിൽ അവൾ ബ്രേക്ക് ആവുന്നത് ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഷീസ് ബ്രേക്കിംഗ് വെച്ചാൽ ഒരു പോയിന്റിൽ അവൾ ഓട്ടോമാറ്റിക്കായിട്ട് അവളെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഷീ സ്റ്റാർട്ടഡ് പ്രേയിങ് ഗോൾ അടിക്കണേന്നുള്ളത്. ഇത് ഒരു സംഭവം ഇപ്പം ഞാൻ കളി കാണുമ്പോൾ എനിക്കിഷ്ടമുള്ളൊരു മാച്ചാണെങ്കിൽ ഞാൻ ചിലപ്പോൾ വേറൊരാളെ നോട്ടീസ് ചെയ്യില്ല, ഞാൻ ആ മാച്ചിലായിരിക്കും. പക്ഷെ അന്ന് ഞാൻ എന്തോ യാദൃശ്ചികമായിട്ട് ഞാൻ ഈ കുട്ടീനെ നോട്ടീസ് ചെയ്തു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓരോരോ ആൾക്കാർ ഇതിനെ ഏത് ഡെപ്തിലാണ് എടുക്കുന്നതെന്ന്. നമുക്ക് ഫീൽ ചെയ്യുന്ന ഡെപ്ത് നമുക്ക് മനസ്സിലാവും, പക്ഷെ വേറൊരാളുടെ മുഖത്ത് നോക്കുമ്പോൾ നമുക്ക് കാണുന്ന ഡെപ്തില്ലേ, അത് നമുക്ക് വേറെ തന്നെ ഒരു എഫക്റ്റ് ആയിരിക്കും. ഞാൻ അർജന്റീന ഫാൻ ആയതുകൊണ്ടായിരിക്കും. ഞാനിപ്പോൾ ഒരു ബ്രസീൽ ഫാനായിട്ടാണ് ആ മാച്ച് കവർ ചെയ്യാൻ പോയെങ്കിൽ ചിലപ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യൂലായിരിക്കും, അത്രയും ഡെപ്തും ഫീൽ ചെയ്യാൻ സാധ്യതയില്ല. പക്ഷേ സ്റ്റിൽ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ഇപ്പോൾ ബാസിം മലാപ്പറമ്പനെ പറ്റി പറഞ്ഞു, അതേപോലെ തന്നെ റൂഫസ് അങ്കിൾ നമ്മൾ ഡോക്യുമെൻ്ററിയിൽ തന്നെയുള്ള 92 വയസ്സായിട്ടും ഫുട്ബോള് 52 വർഷമായിട്ട് എല്ലാ ദിവസവും രാവിലെ 4:30 എണീച്ചിട്ട് ഒരു ഫീസും ഇല്ലാണ്ട് ഒന്നും എക്സ്പെക്ട് ചെയ്യാണ്ട് അവിടെയുള്ള 5-10 വയസ്സുള്ള കുട്ടികളെ ഫുട്ബോൾ കോച്ച് ചെയ്യാൻ പോകുന്നു. 92 വയസ്സുള്ള ഒരു കോച്ച് പരേഡ് ഗ്രൗണ്ടിൽ ജീവിക്കുന്നു, പരേഡ് ഗ്രൗണ്ടിൽ കളിച്ചു, പരേഡ് ഗ്രൗണ്ടിൽ മരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ. റയൽ മാഡ്രിഡിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും 2022 വേൾഡ് കപ്പിനും പോകാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ പോകാത്ത കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അവിടുന്ന് എവിടെന്നെങ്കിലും മരിച്ചു പോയാലോ വരുന്ന വഴിക്ക്, എനിക്ക് മരിക്കണമെങ്കിൽ എനിക്ക് പരേഡ് ഗ്രൗണ്ടിൽ വന്നിട്ട് മരണപ്പെടണം, എൻ്റെ ആഗ്രഹം അതാണ്. ഞാൻ കോച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മരിക്കണം. അങ്ങനെ ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അതും വേറെയുണ്ട്. അപ്പോൾ ആൾക്ക് പറയാനുള്ള കഥ എന്ന് പറഞ്ഞാൽ ഏതോ കാലത്ത് നമ്മളെ നാട്ടിൽ ഫുട്ബോൾ വന്നപ്പോൾ നമ്മൾ ഫുട്ബോൾ കളിക്കാത്ത കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് ആൾ കണ്ട കാര്യമാണ് പറയുന്നത്. നമ്മൾ ഹിസ്റ്ററി ബുക്കുകളിൽ വായിക്കുന്ന സാധനം അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കലി നമ്മൾ ആർക്കൈവ്സ് വെച്ച് തപ്പുന്ന സാധനം ആൾ എക്സ്പീരിയൻസിൽ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ എനിക്കൊരു ഫോട്ടോ കാണിച്ചു തന്നിട്ട് പറഞ്ഞു ഇത് നല്ല രസമല്ലേ കാണാൻ എന്നിട്ട് കാണിച്ചു തന്നപ്പോൾ AI ഫോട്ടോ. അത് ഇയാളെ AI ആണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ AI എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ തന്നെ ആളുടെ സൈഡിലുള്ളൊരു സലീം കാക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഹി ഹാസ് സീൻ സോ മെനി തിങ്സ്. TV പോലും ഇല്ലാത്ത സമയത്ത് ഫുട്ബോളിന് ഇഷ്ടപ്പെട്ട് തുടങ്ങിയ ഒരാൾ. ഇപ്പോൾ TV ഉണ്ട്, നമുക്ക് നേരിട്ട് പോയി കാണാൻ പറ്റും, AI നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, FIFA കളിക്കാൻ പറ്റും. സോ ഇമാജിൻ ദ കൈൻഡ് ഓഫ് വേ ദറ്റ് ഹീ ഈസ് പെർസീവിങ് ഫുട്ബോൾ. അങ്ങനത്തെ കുറേ ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ടല്ലോ, ഈ പ്രായമായിട്ടുള്ള ആൾക്കാർ. ഞാൻ ഒരു പ്രാവശ്യം ചിന്തിച്ചുകൊണ്ട് നിന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിലുള്ള ആദ്യത്തെ മറഡോണ ഫാൻ ആരായിരിക്കും, ആളെ ജീവിച്ചിരിപ്പുണ്ടാവുമോ എന്നുള്ളത്. പക്ഷെ എനിക്ക് അതിനുള്ള ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിലും
ഏറ്റവും യങ് ആയിട്ട് പെലേനെ മീറ്റ് ചെയ്ത ആരായിരിക്കും എന്നുള്ളതിനുള്ള ഉത്തരം എനിക്ക് കിട്ടി. അതാണ് ഒളിമ്പ്യൻ റഹ്മാന്റെ മോൻ ഹാരിസ് റഹ്മാൻ. ആൾക്ക് 8 വയസ്സായിരുന്നു. എനിക്ക് തോന്നുന്നില്ല 8 വയസ്സിൻ്റെ ആ ഒരു വയസ്സിൽ പെലേനെ കൊൽക്കട്ടയിൽ പോയി കണ്ടിട്ടുള്ള വേറൊരാൾ കേരളത്തിൽ ഉണ്ടാവുമായിരിക്കും. ഉണ്ടെങ്കിൽ നമ്മളത് അറിയണം അല്ലേ? ഒരു ഹിസ്റ്റോറിക്കൽ സാധനമല്ലേ? ബ്രസീലിന് ഇത്രയും ഫാൻസ് ഉള്ള നമ്മളെ നാട്ടിൽ പെലേനെ ആദ്യമായിട്ട് ആരാ കണ്ടേന്നുള്ളത് നമ്മൾ അറ്റ്ലീസ്റ്റ് അതെങ്കിലും നമ്മൾ അറിയണ്ടേ? അതൊരു അംഗീകാരമല്ലേ? ഇപ്പോഴും മെസ്സിനെ കണ്ട എത്ര ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ? 2022 വേൾഡ് കപ്പിൽ പിച്ചിൽ മെസ്സി കളിക്കുന്നത് കണ്ട എത്ര പേരുണ്ട് കേരളത്തിൽ? കുറച്ചല്ലേ ഉള്ളൂ. അത് എഫോർഡ് ചെയ്യാൻ പറ്റുന്ന അത്ര ആൾക്കാരല്ലേ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് പെലേനെ കണ്ടതും മെറഡോണനെ കണ്ടതും ആൾക്കാർ ആക്ച്വലി ഒരു റെക്കഗ്നിഷൻ അർഹിക്കുന്നില്ലേ? പിന്നെ ആ കാലത്തൊക്കെ പോയി കാണാൻ പറ്റുന്നതല്ലോ. ഒന്നത് അറിയല്, വരുന്നത് അറിയല്, അതിലേക്കുള്ളൊരു ആക്സസ് കിട്ടുക എന്നുള്ള കാരണം അത്രയും. എന്നിട്ട് അത് ഓർമ്മിച്ച് വെക്കുന്നതും പെലേനെ കണ്ടു ഗാന്ധിനെ തൊട്ടു പെലേനെ കണ്ടു എന്ന് പറയുന്നത്. പിന്നെ ആ ഡോക്യുമെന്ററിയിൽ റിസർച്ച് ചെയ്യുന്ന സമയത്ത് ആ പ്രോസസ്സ് ഭയങ്കര അടിപൊളി ചെയ്യുന്നു. കാരണം ഇതുപോലത്തെ കുറേ സ്റ്റോറീസ് വരും. ഇതിൻ്റെ അകത്ത് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ളത് അത് സെഗ്രിഗേറ്റ് ചെയ്തിട്ട് ഏത് പ്രയോറിറ്റൈസ് ചെയ്യണം എന്നുള്ളതായിരിക്കും. കാരണം നമുക്ക് ടൈം ലിമിറ്റ് ഉണ്ടാവുമല്ലോ. ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ടൈമിൽ ഇത്ര പേര് മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അത്രയും ഒതുങ്ങി നിൽക്കുന്ന ഫാൻഡൊന്നും അല്ല നമ്മളെ നാട്ടിലുള്ളത്. നമ്മളെ നാട്ടിലുള്ള ഫാൻഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ ആൾക്കാർക്ക് പറയാനുള്ളതും ഡിഫറെൻറ്റ് സ്റ്റോറിയാണ്. അവർ കാണുന്നത് എല്ലാവരും ഡിഫറെൻ്റ് ആയിട്ടാണ് കാണുന്നത്. ഒരാൾ കളിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, ഒരാൾ കളി പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, ഒരാൾ എഴുതാൻ വേണ്ടിയിട്ടായിരിക്കും, ഒരാൾ ജസ്റ്റ് ഡേറ്റ കളക്ട് ചെയ്യുന്നതായിരിക്കും, ഒരാൾക്ക് അതാവണമായിരിക്കും, ഒരാൾക്ക് ഒന്നും ഉണ്ടാവില്ലായിരിക്കും. വെറുതെ കണ്ടാൽ മതി. ചില ആൾക്കാരുണ്ട് ഈ ഫിഫ വേൾഡ് കപ്പ് മാത്രമേ ഫോളോ, വേറെ ഫുട്ബോളൊന്നും ഇപ്പോൾ ക്ലബ് ഫുട്ബോളൊന്നും ഫോളോ ചെയ്യില്ല. പക്ഷേ വേൾഡ് കപ്പ് വരുമ്പോൾ അതിനെ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യും, അതിൻ്റെ എല്ലാ കാര്യത്തിനെ പറ്റി. അങ്ങനെ കുറേ ആൾക്കാർ ഈ വേൾഡ് കപ്പ് മാത്രം കാണുന്ന ആൾക്കാർക്ക്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ക്ലബ് ഫുട്ബോൾ നടക്കുമ്പോഴും നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പം ഇവർക്ക് ഈ ക്യാരക്ടേഴ്സിനെ അറിയാം, ഈ പ്ലേയേഴ്സിനെ അറിയാം. കാരണം ഇവർ വേൾഡ് കപ്പ് മാത്രം കണ്ടാൽ മതി. അപ്പോൾ ആ സമയത്ത് തന്നെയുള്ള ആ എക്സ്റ്റെൻസീവ് ഡിസ്കഷൻ ഉണ്ടാവുമല്ലോ. ആ ഡിസ്കഷനിൽ പാർട്ടാകുമ്പോൾ തന്നെ അത് ഫോളോ ചെയ്യുമ്പോൾ തന്നെ കുറേ പ്ലെയേഴ്സിനെ പറ്റിയും അവരേത് ക്ലബിലാണ് കളിക്കുന്നത് എന്നുള്ള സാധനങ്ങൾ ഇവർക്ക് അറിയുണ്ടാവും. പിന്നെ നമ്മളെ നാട്ടിൽ ബാക്കിയുള്ള ഇപ്പോൾ എൽ ക്ലാസിക്കോ നടക്കുമ്പം 1.5 മണിക്കാണെങ്കിലും 2.5 മണിക്കാണെങ്കിലും ലൈവ് സ്ക്രീനിങ് നടക്കുന്നുണ്ട്. അത് ചിലപ്പം ഇത്രയും ആൾക്കാരുണ്ടാവില്ല, പക്ഷേ കോർ ഫാൻസ് എന്തായാലും ഇത് നടത്തുന്നുണ്ട്. അത് കാണാൻ കുറേ ആൾക്കാർ പോകുന്നുണ്ട്. അതിപ്പോൾ എന്തെങ്കിലും ഫൈനൽ, സൂപ്പർ കോപ്പ ഫൈനലെല്ലാം ആകുമ്പോൾ അതിനനുസരിച്ചിട്ട് ജനക്കൂട്ടുണ്ട്. അത് റയൽ മാഡ്രിഡിൻ്റെ കൂടെ ആവണമെന്ന് മാത്രമല്ല, അത്ലറ്റിക്കോ മാഡ്രിഡ് ബാഴ്സ മാച്ച് ആണെങ്കിലും ആൾക്കാരുണ്ടാവും. ഇപ്പോൾ റയൽ മാഡ്രിഡ് ചെൽസി മാച്ച് ആകുമ്പോൾ ആൾക്കാരുണ്ടാവും. മനസ്സിലായോ? പിന്നെ ആർസണലിൻ്റെ ഫൈനൽ, ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ നമ്മുടെ നാട്ടിൽ ഹോസ്റ്റ് ചെയ്തിട്ടില്ലേ? എത്ര ആൾക്കാരാ ആർസണലിനുള്ള ഫാൻസ്. ആർസണൽ എപ്പോഴാണ് ലാസ്റ്റ് കപ്പടിച്ച്? കപ്പടിച്ചതിന് ശേഷം ഇത്ര ആർസണൽ ഫാൻസ് ഇവിടെ ഉണ്ടായിരുന്നു. അതെ, ബസ് പരേഡ് ഒക്കെ നടത്തിയില്ല. കോഴിക്കോട് ബസ് പരേഡ് ഉണ്ടായിരുന്നു, സ്ക്രീനിങ് ഉണ്ടായിരുന്നു. കൊച്ചിയിലും കുറേ സ്ഥലങ്ങളിൽ സ്ക്രീനിങ് ഉണ്ടായിട്ടുണ്ട് ആർസണൽ ഫുട്ബോൾ ഫാൻസിന്റെ. ഈ ബ്രസീൽ ഫാൻസ് എന്ന് പറയുമ്പോൾ, അതായത് അർജന്റീന ഫാൻസ് എന്ന് പറയുമ്പോൾ മറഡോണ ഇട്ട് മെസ്സി. അപ്പം പക്ഷെ ബ്രസീൽ ഫാൻസ് അങ്ങനെയല്ലോ, കുറേ ക്യാരക്ടേഴ്സ് വരുന്നുണ്ടല്ലോ, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. ഇപ്പോൾ റീസെൻ്റ്ലി നെയ്മറും കൂടി ഒന്നും ചെയ്യാൻ പറ്റാണ്ട് ഇറങ്ങിപ്പോയി. പക്ഷേ ഇതിനിടയിൽ കുറേ പെലക്ക് ശേഷം തന്നെ എത്രയോ ആൾക്കാർ വരുന്നുണ്ടല്ലോ. അപ്പം ഇവലെങ്ങനെയാണ് ശരിക്കും, ഇവലെ ആസ് എ ബ്രസീലിനെയാണോ ഫോളോ ചെയ്യുന്നത്? ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ അർജന്റീന ഫോളോ ചെയ്യുന്നത്, എനിക്ക് മെസ്സിനെ ഇഷ്ടമാണ്, അതുകൊണ്ട് അർജന്റീന ഫോളോ ചെയ്യാണ്. അവൻ സ്വാഭാവികമായിട്ട് നെയ്മർ ഫാൻസ് കുറേ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവര് ഫോളോ ശരിക്കും നെയ്മർ ഫാൻസിൻ്റെ ഒരു ആധിക്യമാണോ ബ്രസീൽ ഫാൻസ്? അതോ ബ്രസീൽ എന്ന് പറഞ്ഞാൽ ഓലെ മറ്റേ ജോഗോ ബൊണീറ്റോ അതിൻ്റെ ഒരു ഫാൻസ് അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലേ? ജോഗോ ബൊണീറ്റോ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ഗെയിം. ബ്രസീലിനെ പറ്റി ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ബ്രസീലിനെ പറ്റി ചിന്തിക്കുമ്പം നമുക്ക് റൊണാൾഡീനോനെ ഓർമ്മ വരും, റൊണാൾഡോ നസാരിയോനെ ഓർമ്മ വരും, നമുക്ക് നെയ്മറിന് ഓർമ്മ വരും, അതേപോലെ തന്നെ കഫൂന് ഓർമ്മ വരും, റോബർട്ടോ കാർലോസിന് ഓർമ്മ വരും. ഇതെല്ലാവരും ചെയ്തിട്ടുള്ളൊരു സാധനമുണ്ട്. ദേ പ്ലേഡ് ഫുട്ബോൾ ഇൻ എ ബ്യൂട്ടിഫുൾ വേ. ദേ പോർട്രേ ഫുട്ബോൾ ആസ് എൻ ആർട്ട് അല്ലേ? ഒരു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കാണുന്നതും ബ്രസീലിൻ്റെ സാന്റോസിൻ്റെ കാണുന്നതും തമ്മിലൊരു ഡിഫറൻസ് ഇല്ലേ? അതായത് ആ നെയ്മർ, അതായത് അവർ ആസ്വദിച്ചിട്ട് ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാരാണ് ലാറ്റിൻ അമേരിക്കൻസ്. ബ്രസീലിലുള്ള ആൾക്കാരും അങ്ങനെ തന്നെയാണ്. ബ്രസീൽ പ്ലെയേഴ്സ് നമ്മൾ ഓരോന്ന് എടുത്തു നോക്കിയാലും ആ രീതിയിൽ തന്നെയാണ്. ആ ആർട്ടിനെ ഇഷ്ടപ്പെടുന്ന, ആ സ്വാഗിനെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട് കേരളത്തിൽ. ഏതോ ഒരു രീതിയിൽ നമ്മളും ലാറ്റിൻ അമേരിക്കയും നമ്മളുടെ മൈൻഡ് സെറ്റും ലാറ്റിൻ അമേരിക്കൻ മൈൻഡ് സെറ്റും കണക്റ്റഡ് ആണ്. അത് പൊളിറ്റിക്സ് ആയാലും ശരി, ഫുട്ബോൾ ആയാലും ശരി, ഫുഡായാലും ശരി. സ്പൈസി ഫുഡ് ലാറ്റിൻ അമേരിക്കയിൽ ഉണ്ടാവും, ലൈക്ക് മെക്സിക്കൻ ഫുഡ്, ബ്രസീലിയൻ ഫുഡ്, അവർ കപ്പ, നമ്മളുടെ കപ്പ, ഈ സാധനങ്ങൾ കുറേ കണക്റ്റഡാണ്. അൺലൈക്ക് യൂറോപ്പ്, അൺലൈക്ക് ഇംഗ്ലണ്ട് ഓർ UK. ആ ഒരു കണക്ഷൻ നമുക്ക്
ഇൻഡയറക്ട്ലി ഉണ്ട്. അത് ഇൻഡയറക്ട്ലി ഉണ്ട് എന്നുള്ള മാത്രമല്ല, നമ്മൾ കോളനൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പൊ പറഞ്ഞില്ലേ, വി വർ ഓൾസോ കോളനൈസ്ഡ്, ദേ വർ ഓൾസോ കോളനൈസ്ഡ്. അപ്പോൾ ആ കോളനൈസ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രിയിൽ നമ്മൾ ഉയർന്നു വരാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു എഫേർട്ട് ഉണ്ട്. ഗ്രാസ് റൂട്ട് ലെവലിൽ ചിലപ്പം ചില കാര്യങ്ങൾ ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ യൂറോപ്യൻസിന് ഫുട്ബോൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 3 year old ആയിട്ടുള്ള ഒരു കുട്ടീനെ അക്കാഡമിയിൽ ചേർത്തുന്നു. ഫ്രം ദെൻ പ്രൊജക്ട് എംബാപ്പെ നടന്നതുപോലെ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ നാട്ടിൽ അങ്ങനെയല്ല. വി ഹാവ് അതർ പ്രിയോറിറ്റീസ്, വി നീഡ് ജോബ്, വി ഹാവ് എൻസ് ടു മീറ്റ്. അത് തന്നെയാണ് ബ്രസീലിലുള്ളത്. ആ ഒരു ഇമോഷണൽ കണക്ട് ആക്ച്വലി ഭയങ്കരമായിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തൊരു സാധനം അതാ. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിനോട് നമുക്കിപ്പോൾ പാരഗ്വേൻ്റെ ഫ്ലെക്സ് വരാനുള്ള റീസണും പ്രോബബ്ലി ലാറ്റിൻ അമേരിക്കൻ കൾച്ചർ, നമ്മളെ കേരളത്തിൻ്റെ കൾച്ചർ, കോസ്റ്റൽ റീജിയൻ, കുറേ സിമിലാരിറ്റീസ് ഉണ്ട്. ആ സിമിലാരിറ്റീസ് നമുക്ക് പെട്ടെന്ന് കണക്റ്റ് ആവാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്. കാരണം വി ഡോണ്ട് സ്പീക്ക് ദർ ലാംഗ്വേജ്, നമുക്കൊരു ഭാഷ അറിയില്ല, ഒരു പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ എവിടൊക്കെയോ കൾച്ചറൽ സാധനങ്ങൾ സിമിലറാണ്, നമ്മളെ മൈൻഡ് സെറ്റ് സിമിലറാണ്. ദേ ആർ വെരി വെൽക്കമിങ്. അവർ നാടും അതേ സാധനമാണ് അവർ ഫുട്ബോളിൽ അവർ പോർട്രേ ചെയ്യുന്നത്. അവർ ഫുട്ബോൾ കളിക്കുമ്പോഴും നമ്മൾ കാണുന്ന ആർട്ടിലാണ് ഇത് വരുന്നത്. ആവശ്യമില്ലാണ്ട് കുറേ ജഗിൾ ചെയ്ത് കുറേ സ്കിൽസൊക്കെ കാണിച്ചിട്ടേ ഇവർ ഗോൾ അടിക്കുള്ളൂ. അല്ലാണ്ട് ഇവർ ഓടിപ്പോയി ബോൾ വാങ്ങി ഗോൾ അടിക്കുക എന്നുള്ള മൈൻഡ് സെറ്റ് അല്ല. മറ്റേ ആൾക്കാരെ ലൈക്ക് ഡിഫൻഡേഴ്സിനെ കളിപ്പിക്കണം എന്നുള്ളൊരു സാധനം കൂടി ഇവരെ മൈൻഡിൽ വരുന്നുണ്ട്. നെയ്മർ ഒരുപാട് ലൈക്ക് ഒരു വേൾഡ് കപ്പ് ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഒരു വേൾഡ് കപ്പ് ആക്ച്വലി നെയ്മർ ഡിസേർവ് ചെയ്യുന്നുണ്ട്, റൊണാൾഡോ ഡിസേർവ് ചെയ്യുന്നുണ്ട്, മോഡ്രിച്ച് ഡിസേർവ് ചെയ്യുന്നുണ്ട്, ക്രൊയേഷ്യനെ, അങ്ങനെ കുറേ പ്ലേയേഴ്സ് ഡിസേർവ് ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും കിട്ടുന്നൊരു സാധനമല്ല എന്നുള്ളൊരു അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ബ്രസീൽ ഫാൻസ് നെയ്മർ ഫോം ഔട്ട് ആയിട്ടാണെങ്കിലും എന്ത് പ്രതീക്ഷയിലെ ഇവർ ബ്രസീൽ എന്ത് കാര്യം കൊണ്ടാണ് ഇവർ കാലുകൊണ്ട് എണ്ണിയാലും കൈ കൊണ്ട് എണ്ണിയാലും 5 താഴെടാ 3 എന്ന് പറഞ്ഞിട്ട് നെയ്മറിൻ്റെ മേലെ കിരീടം വെക്കുന്നത്. It's not because they seriously believe that Brazil will win the World Cup. ബ്രസീൽ വേൾഡ് കപ്പ് എന്തായാലും ജയിക്കുന്നുള്ള പ്രതീക്ഷയൊന്നും ചിലപ്പം ഉണ്ടാവില്ല. ഉസ്താദിന്റെ വീഡിയോയിലാണ് റൊണാൾഡോ ഫാൻസിന് എല്ലാവർക്കും അറിയാം കൂടിപ്പോയാൽ സെമി വരെ എത്തുന്നുള്ളത്. അതേപോലെ പക്ഷേ ഇങ്ങക്ക് അഭിപ്രായം, അതായത് നെയ്മർ പോയതോട് കൂടിയിട്ട് ബ്രസീൽ ടീമിൽ നിന്ന് ജോഗോ ബോണിറ്റിന്റെ അവസാന അംശവും പോയി എന്നുള്ള സാധാരണ നെയ്മറിനെ പറ്റി അറിയില്ല. അത് നെയ്മറിനെ പറ്റി അങ്ങനെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ there will be other Neymars in Brazil, other Ronaldinhos, other Ronaldo Nazarios for sure അല്ലേ? നെയ്മറിനെ കണ്ട് നമ്മളെ നാട്ടിൽ ഇത്രയും ആൾക്കാർ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ബ്രസീലിൽ എത്ര പേര് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ടാവും അല്ലേ? നെയ്മർ എന്ന് പറഞ്ഞിട്ടുള്ള നെയ്മറിനെ മാറ്റി വെക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ വരണമെന്നൊന്നുമില്ല. പക്ഷേ ജോഗോ ബോണിറ്റോ എന്നുള്ള രീതിയിൽ ബ്യൂട്ടിഫുൾ ഗെയിം അല്ലെങ്കിൽ ഫുട്ബോളിനെ ആർട്ടായിട്ട് കാണിക്കുന്ന രീതിയിൽ എൻജോയ് ചെയ്ത് ഡ്രിബിൾ ചെയ്ത് സ്കിൽസ് കാണിച്ച് സ്വാഗായിട്ട് ഫുട്ബോൾ കളിക്കാൻ പറ്റുന്ന ഇനിയും ബ്രസീലിയൻസ് വരും, അത് ഫോർ ഷുവർ. പക്ഷേ നെയ്മർ ഇർറിപ്ലേസബിൾ ആയിരിക്കാം, ജസ്റ്റ് ലൈക്ക് റൊണാൾഡീനിയോൻ്റെ ഒക്കെ ലൈക്ക് കളി കാണാൻ തന്നെ എന്ത് രസമാണ്. വിനീഷ്യസ് ജൂനിയർ ഉണ്ടല്ലോ ഇപ്പോൾ, വിനീഷ്യസ് ജൂനിയർ പക്ഷേ നെയ്മറിനെ പോലെ അല്ല. സാധാരണ അങ്ങനെ പറയല്ലേ ഇങ്ങനെ നെയ്മർ പോയാൽ ഇങ്ങനെ കുറെ സ്കില്ലിടല്, നെയ്മറിനെ പോലത്തെ ഒരു നെയ്മർ ചിലപ്പോൾ ഉണ്ടാവില്ല. പക്ഷെ നെയ്മറിന് ഇൻസ്പയർഡ് ആയിട്ട് വേറൊരു വേർഷനിൽ നമുക്ക് ഫുട്ബോളിനോട് സ്നേഹം തോന്നുന്ന രീതിയിൽ ഫുട്ബോൾ കളിക്കുന്ന വേറെയും ഫുട്ബോളേഴ്സ് ബ്രസീലിൽ നിന്ന് എന്തായാലും വരുന്നുള്ളൊരു വിശ്വാസവും അതിൻ്റെ പ്രതീക്ഷയും എനിക്കുണ്ട്. കാരണം അതങ്ങനെ തീർന്നുകൊണ്ടൊരു സാധനം നല്ലല്ലോ. അല്ല പക്ഷെ മൊത്തത്തിൽ ഇങ്ങനെ ഫുട്ബോളിന് യൂറോപ്പനൈസ് ചെയ്യപ്പെടുന്നു, ഫുൾ ടാക്ടിക്കൽ പ്ലേ, മാനേജർ പറയുന്നു അതിനനുസരിച്ച് ബോൾ റിസീവ് ചെയ്യുക, ബോൾ കൊടുക്കുക. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു പ്ലെയറിന് മൊത്തത്തിൽ ഫുട്ബോളിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ശരിക്കും അപ്പോൾ ഈ ബ്രസീലിയൻ പ്ലെയറിനെ ആയിരിക്കും. വേറൊന്നും അതേപോലെ ഇപ്പം ഇപ്പോഴുള്ള റൈവലറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണല്ലോ മെസ്സി റൊണാൾഡോ എന്നുള്ളത്. ഇപ്പം ഓൾമോസ്റ്റ് ചെയ്യുന്ന അർജന്റീന ഫാൻസ് മെസ്സി, ഇപ്പോഴത്തെ റൊണാൾഡോ ഫാൻസ് പോർച്ചുഗൽ. പക്ഷേ ഇതൊരു റീസെന്റ് ഒരു 2010 ശേഷമൊക്കെ ആയിരിക്കുള്ളൂ ഒന്നുകൂടിയും ഇത് കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെട്ടതും ഡിസ്കസ് ചെയ്യപ്പെട്ടതും. ഇവിടെ മെസ്സി, ഇപ്പോഴത്തെ റൊണാൾഡോ. പക്ഷേ അതിന് മുമ്പൊക്കെ ഉള്ളൊരു ഫുട്ബോൾ ഫാൻസ് ഇങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ റൈവലറി ലൈവായിട്ടുണ്ടായിരുന്നു, അതിനനുസരിച്ചുള്ള ഫോളോ അപ്പ്. ഐ മീൻ ബ്രസീൽ അർജന്റീന വാസ് ദർ, റയൽ ബാഴ്സ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ആസ് എ പ്ലെയർ ഇന്ന രണ്ടാൾക്കാർ അങ്ങനെ ഏതെങ്കിലുമൊക്കെ റൈവലറിയോ അങ്ങനെ ഒരു ഫാൻ ബേസോ? ഇപ്പം പെലെ മെറഡോണ എന്ന് നമ്മൾ പറയുമ്പോഴും പെലെ കളിച്ചത് വേറൊരു കാലഘട്ടത്തിൽ, മെറഡോണ കളിച്ച വേറൊരു കാലഘട്ടത്തിൽ. പക്ഷെ മെസ്സി റൊണാൾഡോ പോലെ ഒപ്പത്തിനൊപ്പത്ത് നിന്നിട്ടുള്ള രണ്ട് ക്യാരക്ടേഴ്സ്, രണ്ട് പ്ലേയേഴ്സ് ഇതിനു മുന്നേ ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു. പിന്നെ ഇൻഡിവിജ്വൽ ഫാൻഡോ ഇപ്പൊ സിദാനുള്ള കുറെ ആൾക്കാർ സിദാൻ എന്നുള്ള പേരിടുന്ന തന്നെ സിദാന്
അതെ, എൻ്റെ ഉമ്മ ഇപ്പോൾ ഭയങ്കര ഒരു സിദാൻ ഫാനാണ്. അത് ആ 2006 വേൾഡ് കപ്പ് തൊട്ട് ഉമ്മ എപ്പോഴും പറയുന്നൊരു സാധനമുണ്ട്, പാട്ടിൻ്റെ ഈണം നല്ല ഉള്ള സമയത്തും അങ്ങനെ എന്തൊരു സാധനം സിദാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. ശ്രുതി നല്ല പാട്ട് നിർത്തണം. ഇതാണ് ഉമ്മ പറയാ, ശ്രുതി നന്നായിട്ടുള്ള സമയത്ത് പാട്ട് നിർത്തണം. എന്നിട്ട് അത് പറഞ്ഞിട്ട് ആശ്വസിക്കുന്ന ഒരാളാണ് എൻ്റെ ഉമ്മ. ഇപ്പോഴും ഫ്രാൻസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എംബാപ്പെ ആണ് ഉമ്മാൻ്റെ ഏറ്റവും ഫേവറേറ്റ്. സിദാനെല്ലാം ആക്ച്വലി നമ്മളെ നാട്ടിൽ ഒരുപാട് നമുക്ക് കുറേ, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് നമ്മൾ കളി കണ്ടിട്ട് ഒരു കളിക്കാരൻ എന്നുള്ളതിന് അപ്പുറത്തോട്ട് വി ഗെറ്റ് സോ മെനി ലൈഫ് ലെസൺസ് ഫ്രം ദം അല്ലേ. നമുക്ക് കിട്ടിയ മൊമെൻറ്റ്, ആ മൊമെൻറ്റ് നമ്മൾ ചൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് വി ഗെറ്റ് ദ കോൺസിക്വൻസ്. അത് പറയാണ്ട് ഒരു മൊമെൻറ്റ് കൊണ്ട് നമുക്ക് കിട്ടുന്നൊരു സാധനമാണ്. അതായത് സിദാൻ്റെ ഹെഡ് ബട്ട്, ഹി കുഡ് ഹാവ് ചോസൺ ഇറ്റ് ഡിഫറെൻ്റ്ലി, ബട്ട് ഹിസ് പ്രിയോറിറ്റി വാസ് ദാറ്റ് ആൻഡ് ഹി ലോസ്റ്റ് ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി. ഒരു ഫൈനൽസിലാണിത് സംഭവിക്കുന്നത്. അതിനെ രണ്ട് രീതിയിൽ കാണുന്ന ആൾക്കാരുണ്ട്. ആ ഒരു മൊമെൻറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു പാടുണ്ട്. ഹാൻഡ് ഓഫ് ഗോഡ് നമ്മൾ പറഞ്ഞു. ഹാൻഡ് ഓഫ് ഗോഡിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ അങ്ങനെയുള്ള മൊമെൻറ്റ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓരോ ഇപ്പോൾ ഫുട്ബോളേഴ്സ്, ഇപ്പോൾ മെസ്സി, വൊസീന്യ, ആ ഒരു സാധനം ഇല്ലേ, 40 വയസ്സുള്ള വൊസീന്യ നേരെ മുന്നിൽ നിൽക്കുമ്പോൾ ആ വൊസീന്യ കുറേ വർഷമായിട്ട് മെസ്സിൻ്റെ എതിരെ കളിക്കണം എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരാളാണ്. ആ ആൾ മെസ്സിൻ്റെ ഫാനും കൂടിയാണ്. അപ്പോൾ ഒരു ഫാനിനെ സ്റ്റേഡിയത്തിൽ സ്റ്റാൻഡ്സിൽ എൻകൗണ്ടർ ചെയ്യുക മൈറ്റ് ഹവ് ബീൻ സംതിങ് ദാറ്റ് മെസ്സി always did and he is used to it. പക്ഷെ he might have never expected to encounter him as a goalkeeper. ഞാൻ ആ മൊമെൻറ്റ് ഭയങ്കരമായിട്ട് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. മെസ്സി വൊസീന്യനെ ഫേസ് ചെയ്യുന്ന സമയത്ത് വിൽ ഹി ബി ഏബിൾ ടു സീ ദാറ്റ് ഫയർ ഇൻ വൊസീന്യ. കാരണം ആദ്യമായിട്ടാണ് ഇയാൾ വേൾഡ് കപ്പിന് വരുന്നത് പോലും. അതായത് ഇതുവരെ കേൾക്കാത്ത ഒരാളാണ് വൊസീന്യ ഫോർ മെസ്സി. അങ്ങനെ ഒരാൾ വിൽ പോസ് എ ത്രെറ്റ് ടു ഹിം ആൻഡ് പോസ് എ ചാലഞ്ച് to go ahead in World Cup after being a champion. ഇതൊരിക്കലും മെസ്സി പോലും എക്സ്പെക്ട് ചെയ്ത സാധനമായിരിക്കില്ല. നമ്മളെ ലൈഫിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ മാത്രമൊന്നും അല്ലല്ലോ നമ്മൾ എൻകൗണ്ടർ ചെയ്യേണ്ടി വരുന്നത്. അതായത് മെസ്സി ഹാഡ് നോ ക്ലൂ അബൌട്ട് വൊസീന്യ. അതേപോലെ തന്നെ നമ്മളെ ലൈഫിൽ നമ്മൾ ഒരു ക്ലൂ ഇല്ലാത്ത സിറ്റുവേഷൻസിൽ നമ്മൾ എത്തും. ആൻഡ് ഹൗ ഡു വി എൻകൗണ്ടർ ഇറ്റ്? നോ മാറ്റർ ഇഫ് ഈസ് ദ വേൾഡ് ചാമ്പ്യൻ, ഹി ഹാഡ് ടു സ്ട്രഗിൾ ഇൻ ഫ്രണ്ട് ഓഫ് എ പേഴ്സൺ ഹു നെവർ പ്ലേഡ് വേൾഡ് കപ്പ് അല്ലേ. അങ്ങനത്തെ കുറേ സാധനങ്ങളും നമ്മൾ മലയാളികൾ ആക്ച്വലി അതെല്ലാം അനലൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളിടത്തു നിന്നാണ് മലയാളികൾ ഇതിനോട് ഇമോഷണലി കണക്റ്റ് ആവുന്നത്. ഞാനൊരാളോട് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞതാ, ഒരു പെൺകുട്ടി പറഞ്ഞൊരു കാര്യമാണ്, ഫ്രാൻസിനെ കണ്ടതുപോലെ തന്നെയാണ് അർജന്റീനയും മെസ്സിയും കാബോ വെർദേനെ കണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ മേലെയാണ് അവരെ പ്ലേസ് ചെയ്തത് എന്നുള്ളത്. അത് ആ കുട്ടി അത് ആധികാരികമായിട്ട് പറയുന്നത് ബിക്കോസ് ഷീ വാച്ച് ദ ഫുട്ബോൾ, ഷീ ഒബ്സർവ്ഡ് ഇറ്റ് ആൻഡ് ദാറ്റ് ഇസ് വാട്ട് ഷീ ഫെൽറ്റ് അല്ലേ. അപ്പം ആ ഒരു വേർഷനും നമ്മൾ ചിന്തിക്കുന്നുണ്ട്, ആ ഒരു ആംഗിളിലും നമ്മൾ ചിന്തിക്കുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഫുട്ബോളിൻ്റെ ഗെയിം മാത്രമല്ലല്ലോ, പാസിങ്ങും ജയിക്കുന്നതും സ്കോർ ബോർഡും ഇത് മാത്രമല്ല അഫക്റ്റ് ചെയ്യുന്നത്. ഹൗ ആർ ദെയർ ആറ്റിറ്റ്യൂഡ് ഇൻ ദ ഫീൽഡ്, ഹൗ ആർ ദേ സീയിങ് ഇറ്റ്, ഹൗ ആർ ദേ ടേക്കിംഗ് ദി ഓപ്പർച്യൂണിറ്റി, ഹൗ ആർ ദേ ഗ്രാബിങ് ദി ഓപ്പർച്യൂണിറ്റി, ലൂസിങ് ദി ഓപ്പർച്യൂണിറ്റി. വൺ ടൈം ഓപ്പർച്യൂണിറ്റി നമ്മളുടെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലുള്ള തോട്ട് കാരണം എങ്ങനെയാണ് മാറുന്നത് എന്നുള്ള ഡെപ്തിൽ നമ്മൾ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഫീമെയിൽ ഫാൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പറഞ്ഞു നേരത്തെ ഫ്ലെക്സ് വെച്ചു നാട്ടിലത്തെ ഫീമെയിൽ ഫാൻസ് മൊത്തം. ഇപ്പോഴും ഏതൊരു പെൺകുട്ടീനെ ഇത് മുമ്പ് ഇങ്ങനെ ഫീമെയിൽ ഫാൻസ് ഉണ്ടായിട്ടുണ്ടോ അതോ റീസെൻ്റ്ലി ഉണ്ടായിട്ടുള്ളൊരു സാധനമാണോ? ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഒരു പെൺകുട്ടി വന്നിട്ട് എനിക്ക് ഫുട്ബോൾ ഇഷ്ടമെന്ന് പറയുമ്പം ആദ്യം ആ കുട്ടിക്ക് കിട്ടുന്ന ചോദ്യം ഓഫ് സൈഡ് റൂൾ എന്താ, ഒരു 5 പ്ലെയേഴ്സിൻ്റെ പേര് പറ. ഈ ചോദ്യത്തിൻ്റെ മുന്നോട്ടേക്ക് അവർക്ക് നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ മുന്നോട്ടേക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഇപ്പം നമുക്ക് ഒരാളെയും അറിയാണ്ട്, ഒരു പ്ലെയറിനെ അറിയാണ്ട് എന്താ നമുക്കൊരു മാച്ച് കണ്ടുകൂടെ? അങ്ങനെ കാണുന്ന ആൾക്കാരില്ല. ഇപ്പം ഈ കാണുന്ന എല്ലാ ആണുങ്ങളും തികഞ്ഞിട്ടല്ലല്ലോ കാണുന്നത്. അപ്പം ഈ ഒരു കാര്യം ഓൾറെഡി ഇപ്പം ഉണ്ട്. പക്ഷെ അതല്ലാണ്ട് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഉമ്മ 2006 സിദാൻ്റെ ഫാനാ. എൻ്റെ ഉമ്മാമ്മയും ഫുട്ബോൾ കാണും. കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ ഉപ്പാപ്പ ബ്രസീൽ ഫാനാ. ക്രിക്കറ്റ് വേൾഡ് കപ്പ് കാണും. എൻ്റെ ഉമ്മാമ്മ ഒരു പ്രാവശ്യം എൻ്റെ അടുത്ത് പറഞ്ഞിട്ട്, ഈ മെസ്സി ഒന്ന് മരിച്ചു പോയെങ്കിൽ സമാധാനാവും ഇനി ഇവളെ കൊണ്ടുവന്ന്. കാരണം ഞാൻ ഭയങ്കര മെസ്സി ഫാനാണ്. അപ്പോൾ ഉമ്മാമ്മനെ സംബന്ധിച്ചിടത്തോളം ഉമ്മാമ്മൻ്റെ പേഴ്സണൽ പ്രശ്നമായി മെസ്സി. മനസ്സിലായോ? അപ്പോൾ വീടുകളിൽ ഇങ്ങനെ ഡിസ്കഷൻസ് വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ സിദാനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് മോൻ്റെ പേര് സിദാൻ എന്നിട്ടിട്ട് ആ മോനിപ്പോൾ 28-29 വയസ്സുണ്ട്. അപ്പോൾ ആ ഉമ്മാക്ക് ആ സമയത്ത് സിദാനോടുള്ള ഇഷ്ടം മനസ്സിലായി. എൻ്റെ ഉമ്മാമ്മ അവർ ലൈക്ക് ഈ നമ്മളെ നാട്ടിൽ ഇറ്റ്സ് നോട്ട് അബൌട്ട് ഏജ്, ഇറ്റ്സ് നോട്ട് അബൌട്ട് ജെൻഡർ, ഇറ്റ്സ് അബൌട്ട് എല്ലാവരും ഇതൊരു കൾച്ചറായിട്ട് മാറിയിട്ടുണ്ടായിന് ഏതോ ഒരു ടൈമിന് ശേഷം. വീടുകളിൽ
രാത്രി വേൾഡ് കപ്പ് നടക്കുന്നുണ്ടെങ്കിൽ പെണ്ണുങ്ങളാണെങ്കിൽ കട്ടൻ ചായ ഉണ്ടാക്കി നമ്മളെല്ലാവരും ഇരുന്ന് ഒരുമിച്ച് കാണുന്ന ഒരു രീതിയിലേക്ക് വേൾഡ് കപ്പ് മാറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ മെയിൽ ഫാൻസ് ഫീമെയിൽ ഫാൻസ് എന്നുള്ളത് നമുക്ക് ഇല്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഫീമെയിൽസ് ആർ ഓൾവേസ് അണ്ടർ ദിസ് ക്വസ്റ്റ്യൻ, ദിസ് ബബിൾ. കളി കാണുമ്പോൾ ഓഫ് സൈഡ് അറിയാണ്ട് ഓഫ് സൈഡ് നോളജ് എന്നുള്ള സാധനം ഇത്രേ ഉള്ളൂ. ഒരു സാധനത്തിന് നമുക്ക് ഫുൾ നോളജ് ഉണ്ടായിട്ടല്ല നമുക്കത് വി ആർ എൻജോയിങ് സംതിങ്, അത് നമുക്ക് നോളജ് ഉണ്ടാവേണ്ട കാര്യമില്ല. ഇപ്പോൾ കൊളംബിയ ഗാന മത്സരം അത് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുള്ള എത്ര പ്ലേയേഴ്സ് നമുക്കറിയാം, എത്ര പ്ലേയേഴ്സിനെ നമുക്ക് ഫുൾ അറിയാം. അതിൻ്റെ അകത്തുള്ള ഫുൾ ലൈനപ്പ്, അവരുടെ പ്രീവിയസ് ഹിസ്റ്ററി അല്ലെങ്കിൽ ഏത് ക്ലബ്ബിൽ നിന്നാണ് വരുന്നുള്ള മൊത്തം അറിയും. ഇപ്പോൾ അർജൻറ്റീന കാബോ വെർദെ കാണുമ്പോൾ കാബോ വെർദെ നമ്മൾ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല. ഈജിപ്തിൻ്റെ കൂടെയുള്ള കളി, അല്ലെങ്കിൽ ബ്രസീൽ ജപ്പാനിലുള്ള എത്ര പ്ലേയേഴ്സ് നമുക്കറിയാം. സോ വി ഓൾ ആർ ഇൻ ദ സെയിം തിങ് നോ. അപ്പം ആ ഒരു സാധനം ഉണ്ട്. അപ്പം നമ്മുടെ നാട്ടിലുള്ള ഫീമെയിൽ ഫാൻസിനെ പറ്റി പറയുമ്പം നമ്മളെ നാട്ടിൽ ബേസിക് ആയിട്ട് പറഞ്ഞതുപോലെ ഓഫ് സൈഡ് റൂളും ഇതും ചോദിക്കുമ്പം റയൽ മാഡ്രിഡ് പോലുള്ള ക്ലബ്ബിൽ 1996-ലോ 94-ലോ ക്ലബിൻ്റെ മീഡിയ കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഫോം ചെയ്യുമ്പോൾ അതിൻ്റെ ഹെഡായിട്ടുള്ളത് മാർത്ത സാൻ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലേഡിയാണ്. ആൻഡ് ഷീ സ്റ്റിൽ റണ്ണിങ് ഇറ്റ്. ആ മീഡിയയിലുള്ളത് 4 പെണ്ണുങ്ങളാണ്. ക്യാൻ യു ഇമാജിൻ? റയൽ മാഡ്രിഡ് പോലത്തെ ഒരു ക്ലബ്ബിൽ കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് റൺ ചെയ്യുന്നത് ഈ 4 പെണ്ണുങ്ങൾ. അവരാണ് ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ഗിവിങ് അക്രഡിറ്റേഷൻസ് ഫോർ മാച്ചസ്, പ്രസ് കോൺഫറൻസസ്, ട്രെയിനിങ് സെഷൻസ്. ഇഫ് യു വോണ്ട് ടു അറ്റൻഡ് എ മാച്ച്, ദിസ് ഇസ് ദ ലേഡി ദാറ്റ് യു ഹാവ് ടു അപ്രോച്ച്. അപ്പോൾ അതാണ് ഇൻ്റർനാഷണൽ സ്പേസിൽ ഹൗ ഫീമെയിൽസ് ആർ എന്നുള്ളത്. പക്ഷെ നമ്മളെ നാട്ടിൽ വരുമ്പം ദേ ആർ ഈവൻ സ്ക്രൂട്ടനൈസ്ഡ് ഫോർ എൻജോയിങ് ഇറ്റ്. നിങ്ങൾക്ക് ഇതറിയോ അതറിയോ എന്നുള്ള ക്വസ്റ്റ്യൻ. അവിടെയാണ് റിൻഷ പോലുള്ള ആൾക്കാർ വരുന്നത്, പ്രൊമിനൻ്റ് ആവുന്നത്. റിൻഷ സേസ് അത് തന്നെ, ചെറുപ്പം തൊട്ട് ഞാനും ഈ ക്വസ്റ്റ്യൻസ് നേരിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഐ നോട്ട് ജസ്റ്റ് നോ ഫുട്ബോൾ, ഐ മേ ബി പ്ലേ ബെറ്റർ ഫുട്ബോൾ ദാൻ ദം. അല്ലേ? നമ്മളെ നാട്ടിൽ ചെക്കന്മാർക്കൊന്നും പറ്റാത്തൊരു കാര്യമല്ലേ റിൻഷ ചെയ്തത്, അല്ലേ? അപ്പം ഡിസ്പൈറ്റ് ജെൻഡർ, ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ, ഫുട്ബോൾ ഈസ് സംതിങ് വി ഓൾ ക്യാൻ എൻജോയ്. അത് നമ്മൾ അത് അംഗീകരിച്ചാലും അംഗീകരിച്ചിട്ടില്ലെങ്കിലും നമ്മളെ നാട്ടിൽ അങ്ങനെ തന്നെ ആൾക്കാർ എൻജോയ് ചെയ്യുന്നത്. അവർക്ക് പെണ്ണുങ്ങളാണെങ്കിലും ആണുങ്ങളാണെങ്കിലും ഫുട്ബോളിനോടുള്ള ഇഷ്ടം ഇറ്റ്സ് അൺകണ്ടീഷണൽ. അത് പല രീതിയിലാണ് പല ആൾക്കാർക്ക് വർക്ക് ആവുന്നത് എന്നുള്ളൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ആൻഡ് ഫിഫ വേൾഡ് കപ്പിൻ്റെ സമയങ്ങൾ ഇത് പീക്ക് പോയിന്റിലേക്ക് പോകുന്നു എന്നുള്ളതും ആ സമയത്താണ് എല്ലാവരും ഇത് നോട്ടീസ് ചെയ്യുന്നത് എന്നുള്ളതും. വേൾഡ് കപ്പ് അല്ലാത്ത സമയത്തും രാത്രി 3 മണിക്കും 4 മണിക്കും ഇരുന്ന് മാച്ച് കാണുന്ന ആൾക്കാർ സ്റ്റിൽ ഉണ്ട്. പക്ഷെ വി ആർ ഓൺലി ഡിസ്കസിങ് അബൌട്ട് ദം ഡ്യൂറിങ് ദ വേൾഡ് കപ്പ്. അത്രേ ഉള്ളൂ. ഓക്കെ. ഇത് ഞാൻ ഇന്നലെയും കൂടി ആലോചിച്ചൊരു സാധനമാണ്. ഇന്ത്യ വേൾഡ് കപ്പിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ പേഴ്സണൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടാവും. പിന്നെ ഇന്ത്യ വേൾഡ് കപ്പിലേക്ക് വരുന്നതിനൊരു ജേണി ഉണ്ടാവുമല്ലോ. ആ ജേണിയിൽ നമുക്ക് പേഴ്സണലി കണക്റ്റ് ആവുന്ന, അല്ലെങ്കിൽ നമ്മൾ പേഴ്സണലി ഇന്നാൾ കളിക്കുമ്പം ഇതാണ് നമ്മൾ ഫോർവേഡ്, ഇതാണ് നമ്മൾ ലെഫ്റ്റ് ബാക്ക് എന്നുള്ളൊരു സാധനം നമ്മളെ മൈൻഡിൽ വരും. സോ ഇപ്പോൾ 2026 വേൾഡ് കപ്പിൽ ഒരു മലയാളി കളിച്ചു, ഖത്തറിന് വേണ്ടിയിട്ടാണ് കളിച്ചത്, ഖത്തർ നാഷണാലിറ്റി ആണ്. പക്ഷേ മെസ്സിൻ്റെയും റൊണാൾഡോൻ്റെയും ഇടയിൽ അതിലും നീളത്തിൽ അവൻ്റെ ഫ്ലെക്സ് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേൾഡ് കപ്പ് കളിക്കുമ്പോൾ തീർച്ചയായിട്ടും വീൽ ഓൾ സപ്പോർട്ട് ഇന്ത്യ ഫോർ ഷുവർ. പക്ഷേ അർജൻറ്റീനേൻ്റെ കൂടെയോ ബ്രസീലിൻ്റെ കൂടെയോ ഒരു മാച്ച് വന്നാൽ നമ്മൾ ചെറുതായിട്ടൊന്ന് പതറും എന്നുള്ളതിലൊരു ഡൗട്ടും ഇല്ല. പക്ഷെ മെസ്സിയൊന്നും ഇല്ലാത്ത കാരണം അപ്പോൾ ഇത്രയും സംസാരിച്ചത് ജുഷ്ന ഷഹീൻ. റീസെൻ്റ്ലി ഹോട്ട്സ്റ്റാറിൽ റിലീസ് ചെയ്ത ലാൻഡ് ഓഫ് ഫുട്ബോൾ എന്ന ഡോക്യുമെൻ്ററീൻ്റെ റൈറ്റർ, കൺസെപ്റ്റും ഈ വ്യക്തിയാണ്. അതുപോലെ തന്നെ JNU ഗ്രാജുവേഷൻ, മാസ്റ്റേഴ്സ്, അതിന് ശേഷം സ്പെയിനിൽ പോയി മാഡ്രിഡിൽ വർക്ക് ചെയ്തു. അവിടുന്നാണ് ഈ ഐഡിയ കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. കേരളത്തിലെ ഫാൻഡത്തിനെ പറ്റിയിട്ട് ഇൻ്റർനാഷണൽ ലെവൽ എത്ര ഡെപ്തിൽ ആൾക്കാർക്ക് അറിയാം. ഇപ്പോൾ നേരത്തെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതിന് ഇപ്പം നമ്മൾ തന്നെ കുറേ കാര്യം ഒബ്വിയസ്ലി മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടാവും. ഇന്നലെ പറഞ്ഞ കുറേ ഇന്ന് പറഞ്ഞില്ലാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇങ്ങനത്തെ കുറേ സ്റ്റോറീസ് ഉണ്ട്. ചിലത് ഡോക്യുമെൻ്ററിയിൽ വന്നിട്ടുണ്ട്, ഹോട്ട്സ്റ്റാറിൽ കാണാൻ പറ്റും. കുറച്ചൊക്കെ നമ്മളിപ്പം പറയാനും നോക്കി, ഇനിയും കുറേ ഉണ്ട്. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് എനിക്ക് തോന്നുന്നു ഒന്നുകൂടിയും ഈ സോഷ്യൽ മീഡിയ ഇത്രയും ഡെവലപ്പായ സ്ഥിതിക്ക് ഇങ്ങനത്തെ കുറേ സ്റ്റോറീസ് ഇങ്ങനെ പുറത്തു വരുന്നതാണ് വിചാരിക്കുന്നത്. ഓരോരുത്തർ ഓരോ ഫുട്ബോളിന് ഓൾഡ് ഫുട്ബോൾ, ഓരോ ലൈഫ് അങ്ങനെയൊക്കെ റിസീവ് ചെയ്യുന്നത് വേറെ തന്നെ ഒരു സ്വഭാവത്തിലാണ്. അതൊക്കെ വരുന്നത് വിചാരിക്കുക.